നമസ്കാരം. കൊലപാതകത്തിന്റെ ഉദ്ദേശം മുസ്ലിങ്ങളോടുള്ള വൈരാഗ്യമാണെങ്കിൽ ആ ഉദ്ദേശം തെളിയിക്കാൻ അവർ RSSകാർ എന്ന നിലയിൽ മുസ്ലിം വിരോധമുള്ളവരായിരുന്നു എന്ന് തെളിയിക്കണം. റിയാസ് മൗലവിയെ കൊന്ന കേസിൽ 3 RSS പ്രവർത്തകരെ വെറുതെ വിട്ടുകൊണ്ട് പുറപ്പെടുവിച്ച വിധിന്യായത്തിലെ ഒരു ഭാഗമാണിത്. പ്രതികളുടെ കൊലയ്ക്കുള്ള ഉദ്ദേശം പോലും പോലീസിന് തെളിയിക്കാനായില്ല എന്ന് സാരം. പ്രതിയുടെ രക്തം പുരണ്ട മുണ്ട് DNA പരിശോധനയ്ക്ക് അയച്ചില്ല. പ്രോസിക്യൂഷനും പോലീസിനുമെതിരെ ഗുരുതരമായ വിമർശനമാണ് വിധിന്യായത്തിൽ ഉള്ളത്. RSSകാർ പ്രതികളാവുമ്പോൾ കോടതികളിൽ സംഭവിക്കുന്നത് എന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് ഡോക്ടർ VPP മുസ്തഫ, കോൺഗ്രസ് വക്താവ് റിജിൽ മാക്കുറ്റി, അഭിഭാഷകൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ എന്നിവർ, വലതു നിരീക്ഷകൻ ഷാബു പ്രസാദ് എന്നിവർ ചേരുന്നു. ആദ്യം VPP മുസ്തഫ. VPP മുസ്തഫ, ഈ റിയാസ് മൗലവി വധം 2017 നടക്കുമ്പോൾ മുതൽ ഒരു ആക്ഷൻ കൗൺസിൽ അവിടെയുണ്ട്. നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരുമെല്ലാം പ്രതികളെ കണ്ടെത്തുന്നതിനും ഇതിൻ്റെ കേസ് കൃത്യമായി മുന്നോട്ട് പോകുന്നതിനും ആവശ്യമായ രീതിയിലുള്ള പിന്തുണ ഭരണകൂടത്തിനും പോലീസിനും എല്ലാം നൽകുന്നുണ്ട്. പ്രതികളെ വളരെ പെട്ടെന്ന് പിടികൂടുന്നുണ്ട്. എന്നിട്ടും ഇന്ന് കോടതി വിധിന്യായത്തിൽ പറയുന്നത് പോലീസിനും പ്രോസിക്യൂഷനും ഗുരുതരമായ വീഴ്ച കേസന്വേഷണത്തിലും കേസ് വാദിക്കുന്നതിലും സംഭവിച്ചു എന്നാണ്. ഇതെങ്ങനെ ഈ കേസ് അട്ടിമറിക്കപ്പെട്ടു? കാസർഗോഡ് ജില്ല ഞെട്ടിപ്പോയ ഒരു കേസ് വിധിയാണ്. കാസർഗോഡ് ജില്ല മാത്രമല്ല, മതനിരപേക്ഷതവാദികൾ ആകെ ഞെട്ടിപ്പോയ ഒരു വിധിയാണ് റിയാസ് മൗലവി വധക്കേസിൽ കാസർഗോഡ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇന്നുണ്ടായത്. സമാനമായ ഒരു അനുഭവം കാസർഗോഡ് ജില്ലക്കുണ്ട്. അത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ചീമേനിയിൽ നടന്ന കൂട്ടക്കൊലക്കേസാണ്. 5 CPIM പ്രവർത്തകരെയാണ് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അന്ന് വെട്ടിക്കൊന്നത്. 87 മാർച്ച് മാസം 23-ാം തീയതി നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഏതാണ്ട് പകൽ സമയത്ത് നടന്ന കൂട്ടക്കൊലയായിരുന്നു. പക്ഷെ ആ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് കാസർഗോട്ടെ ഇതുപോലെ ഒരു സെഷൻസ് കോടതിയിൽ നിന്ന് അന്ന് വിധിയുണ്ടായത്. അതുപോലെ ഞെട്ടിപ്പോയ ഒരു വിധിയാണ് ഇന്ന് റിയാസ് മൗലവി വധക്കേസിൽ ഉണ്ടായിട്ടുള്ളത്. വലിയ നിലയിൽ ഒരു അന്വേഷണം, ജുഡീഷ്യൽ റിവ്യൂ തന്നെ വേണ്ടി വരുന്ന ഒന്നാണിത്. എന്തുകൊണ്ടാണ്? കാരണം വിധിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും യഥാർത്ഥത്തിൽ വസ്തുതാപരമല്ല. പ്രോസിക്യൂഷൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ പോരായ്മ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കാരണം ഇന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് ഈ വിധിക്ക് ശേഷം പറഞ്ഞതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് DNA തെളിവോടുകൂടി തന്നെ ശാസ്ത്രീയമായിട്ട് എവിഡൻസ് ആയിട്ട് വന്നിട്ടുള്ളതാണല്ലോ. അത് റിയാസ് മൗലവിയുടെ രക്തം 1-ാം പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുക്കുകയും അത് DNA തെളിവ് പരിശോധനയിലൂടെ ഉറപ്പിച്ചെടുക്കുകയും ചെയ്ത് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കിയതാണ്. അത് ഹാജരാക്കിയെന്ന് മാത്രമല്ല, അങ്ങനെയുള്ള DNA തെളിവുകൾ ഏറ്റവും മതിയായ തെളിവാണ്. അതിൻ്റെ അകത്ത് പിന്നെ വേറൊരു അന്വേഷണമോ വേറൊരു കൊടുക്കലോ വേണ്ടതില്ല. അതിന് 24 സുപ്രീം കോടതി വിധികളാണ്, 1ഉം 2ഉമല്ല. സുപ്രീം കോടതിയിൽ നിന്ന് ഈ DNA പരിശോധന അതിനെ എവിഡൻസായി സ്വീകരിക്കുന്നതിന് ഉണ്ടായിട്ടുള്ള 24 വിധികൾ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കോടതി മുമ്പാകെ പരാമർശിച്ചിട്ടുള്ളതായിരുന്നു. പക്ഷെ അതിനൊന്നും പരിഗണന കൊടുക്കാതെയാണ് പരാമർശങ്ങളോടെ ഈ രക്തം പുരണ്ട ധോത്തി DNA പരിശോധന നടത്താൻ പോലും തയ്യാറായില്ല എന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ വിധിയിലെ അത്തരം പരാമർശങ്ങൾ അജിൻസെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ്, വിസ്മയപ്പെടുത്തുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസ് ആണല്ലോ അത് ഇന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ മാധ്യമങ്ങളോട് പറഞ്ഞല്ലോ. 1-ാം പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്ത ബ്ലഡ് സ്റ്റൈൻ അത് റിയാസ് മൗലവിയുടേതാണ് എന്ന് DNA പരിശോധനയിലൂടെ തെളിയിച്ചിട്ടുണ്ട്. അത് ആ എവിഡൻസ് സ്വീകരിക്കാവുന്ന എവിഡൻസ് ആണ് എന്ന് സുപ്രീം കോടതിയുടെ 24 വിധികളിലെ പരാമർശങ്ങൾ വെച്ചുകൊണ്ട് തൻ്റെ വാദത്തിൽ പ്രോസിക്യൂട്ടർ പറഞ്ഞിട്ടുള്ളതാണ്. എന്നിട്ട് പോലും അതിനൊന്നും അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ തന്നെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നടത്തിയൊരു പ്രയോഗം അങ്ങനെയാണ്. റിയാസ് മൗലവിയുടെ ചോരക്ക് പോലും ഒരു വില ബഹുമാനപ്പെട്ട നീതിപീഠത്തിൽ നിന്ന് ഈ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഉണ്ടായില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ വിധി സംശയാസ്പദമാകുന്നത്. വളരെ ഗൗരവമായ നിലയിലൊരു പരിശോധനയും അന്വേഷണവും ഉണ്ടാകേണ്ട ഒന്നാണ്. 2 തവണയാണ് ഈ സെഷൻസ് ജഡ്ജ് ഇതിൻ്റെ വിധി പറയാനുള്ള അവസരം മാറ്റിവെച്ചത്. സ്വാഭാവികമായിട്ടേ നമ്മളൊക്കെ കരുതി പോന്നിട്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു വിധി വന്നതിലൂടെ ഇന്ന് അവിടെ ഉണ്ടായ
കോടതിയിൽ ഉണ്ടായ ആളുകളിൽ നിന്ന് അവരുമായിട്ട് സംസാരിച്ചതിൽ നിന്ന് മനസ്സിലായ ചില സൂചനകൾ കൂടി അജിൻസെ വളരെ സംശയാസ്പദമുള്ളതാണ്. ഒന്ന്, ജഡ്ജി ഇന്ന് 11 മണിക്ക് കോടതി തുടങ്ങി അദ്ദേഹം വന്നിരുന്നപ്പോൾ സാധാരണഗതിയിൽ വളരെ സജീവമായിട്ട് ഇടപെടുന്ന അദ്ദേഹം ഇന്ന് ഏതാണ്ടൊരു എന്തോ ഉണ്ട് എന്നുള്ള മട്ടിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ശരീരഭാഷ തന്നെ ഇന്നൊരു ഒരു സുഖകരമായിരുന്നില്ല എന്നാണ് സ്ഥിരമായി അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന കോടതിയിലെ അഭിഭാഷകർ പറയുന്നത്. എന്ന് മാത്രവുമല്ല, ഒരൊറ്റ വാചകത്തിൽ വിധി പ്രഖ്യാപനം അദ്ദേഹം നടത്തി പോയി. പിന്നീട് വൈകുന്നേരത്തോടു കൂടിയാണ് വിധി പകർപ്പിന്റെ പൂർണ്ണരൂപം ലഭിക്കുന്നത്. വിധി പ്രഖ്യാപനം നടത്തുന്ന സമയത്ത് ജഡ്ജി ഒരു പ്രധാനപ്പെട്ട ഒരു തെളിവും അവഗണിച്ചു എന്ന വളരെ ഗുരുതരമായ ഒരു വിമർശനമാണ് വിധിന്യായത്തെക്കുറിച്ച് അങ്ങ് ഉന്നയിക്കുന്നത്. ഈ വിധിന്യായത്തിൽ പറയുന്ന DNA പരിശോധന നടത്തിയില്ല എന്ന് ജഡ്ജി പറയുന്നത് മെറ്റീരിയൽ ഒബ്ജക്റ്റ് 8 ഗ്രീൻ കളേർഡ് ധോത്തി, ഒരു പച്ച കളർ മുണ്ടാണ്. MO9 ലൈറ്റ് നോസ് ഫുൾ സ്ലീവ് ടീഷർട്ട്, അതിലും DNA പരിശോധന നടത്തിയിട്ടില്ല. പിന്നെ പറയുന്നത് MO18 നൈഫ്, കത്തി. ഇത് മൂന്നും പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പറയുന്നു. അല്ല, അവിടെയും ഈ കത്തിയുടെ കാര്യം പറയുമ്പോൾ ഈ കത്തിയിൽ നിന്ന് ഒരു ഫൈബർ കണ്ടന്റ് ലഭിച്ചു. ആ ഫൈബർ കണ്ടന്റ് ഈ കത്തി എടുത്തു കൊടുക്കുന്നത് ഒന്നാം പ്രതിയാണ്. ഒന്നാം പ്രതിയുടെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് എടുത്തു കൊടുത്ത കത്തിയാണ്. ഈ കത്തി ഉപയോഗിച്ചിട്ടാണ് കൊലപാതകം നടത്തിയത്. ഒന്നാം പ്രതിയാണ് കുത്തുന്നത്. ആ കുത്തിയ കത്തിയാണ് ഇത് എന്ന് പറഞ്ഞ് തൻ്റെ വീട്ടിന്റെ പരിസരത്ത് നിന്ന് ഒന്നാം പ്രതി എടുത്തു കൊടുത്തത്. അതിലൊരു ഫൈബർ കണ്ടന്റ്, അത് ഫോറൻസിക് പരിശോധന നടത്തി അത് ഈ മരണം നടന്ന ദിവസം റിയാസ് മൗലവി ധരിച്ചിരുന്ന മുണ്ടിന്റെ അവശിഷ്ടമാണ്, ആ ഫൈബർ കണ്ടന്റ് ആണ് എന്നും തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ റിപ്പോർട്ടും പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഈ കത്തിയൊന്നും പരിശോധനയ്ക്ക് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വസ്തുതയില്ല. കത്തി പരിശോധനയ്ക്ക് കൊടുക്കുകയും ഫോറൻസിക് പരിശോധനയ്ക്ക് കൊടുക്കുകയും അതിലുണ്ടായിരുന്ന ഫൈബർ കണ്ടന്റ് റിയാസ് മൗലവി അന്ന് ധരിച്ചിരുന്ന മുണ്ടിൻ്റെതാണ് എന്നുൾപ്പെടെയുള്ള കൃത്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ വിധി ഇത്രയും ദിവസക്കാലത്തെ ഈ വിചാരണയുടെ നടപടികൾ കണ്ടുവന്നിട്ടുള്ള ആളുകൾക്ക് വിസ്മയം ജനിപ്പിക്കുന്ന ഒന്നാണ്. അത്രമാത്രം സംശയാസ്പദമായിട്ടുള്ള ഒരു വിധിയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത് ഗൗരവമായ എന്താണ് സംഭവിച്ചത്, ഗൗരവമായ ജുഡീഷ്യൽ പരിശോധന റിപ്പോർട്ട് സംസ്ഥാന സർക്കാർ DNA പരിശോധന നടത്തിയിട്ടില്ല എന്ന് കോടതി പറയുന്നു. നടത്തിയിട്ടുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് അവഗണിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അത് കോടതി കണ്ടില്ല എന്ന് നടക്കുകയായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിധിന്യായത്തിൽ പറയുന്നത് ഇവർ RSSകാരാണെന്നും ഇവർക്ക് മുസ്ലിം വിരോധമുണ്ട് എന്ന് പോലും തെളിയിക്കാൻ പ്രോസിക്യൂഷൻ ആയിട്ടില്ല എന്നാണ്. പിന്നെ എന്ത് അന്വേഷണമാണ് ശ്രീ EP മുസ്തഫ നടന്നത്? ഞാനതാ പറഞ്ഞത്, കാസർഗോട്ട് ഏതാണ്ട് 2019 മുമ്പ് ഉള്ള ഒരു കുറച്ച് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ റിയാസ് മൗലവിയുടെ 2017 മുമ്പുള്ള ഈ റിയാസ് മൗലവിയുടെ വധക്കേസിന് മുമ്പുള്ള തൊട്ട് മുമ്പുള്ള കുറച്ച് വർഷങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അജിൻസ് ഏതാണ്ട് സമാനമായ 10ഓളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഇരുഭാഗത്തുമായി മുസ്ലിം ഹിന്ദു വിഭാഗങ്ങളിൽ നിന്നിട്ടായിട്ട് 10ഓളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. ഒരു കേസിലും അതിനു മുമ്പ് ഇതുപോലെ ഒരു സമീപനം നിങ്ങൾക്ക് കണ്ടിട്ടില്ല. കാരണം നേരത്തെ നടന്ന 10 കൊലപാതക കേസുകളിലും പ്രതികൾക്ക് നിഷ്പ്രയാസം ജാമ്യം ലഭിക്കുമായിരുന്നു, പരോൾ ലഭിക്കുമായിരുന്നു. ഒരു കേസിലും പ്രതികൾ ശിക്ഷിക്കപ്പെട്ടില്ല. അതുകൊണ്ടാണ് തുടർന്നും ഓരോ കൊലപാതകവും ആവർത്തിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണേണ്ട ഒരു വസ്തുത എന്താ? 2017 റിയാസ് വധക്കേസിലെ ഈ പ്രതികൾക്ക് 7 വർഷവും 7 ദിവസവുമായി ഇന്നത്തേക്ക് അവരെ അറസ്റ്റ് ചെയ്തിട്ട് ഫെബ്രുവരി മാസം 20-ാം തീയതി സംഭവം നടക്കുന്നു, 23-ാം തീയതി അറസ്റ്റ് ചെയ്യുന്നു. 7 വർഷവും 7 ദിവസവുമായിട്ട് അവർക്ക് ഒരു ദിവസം പോലും പരോൾ ലഭിച്ചില്ല. ഒരു ദിവസം പോലും പരോൾ ലഭിച്ചില്ല. സുപ്രീം കോടതി വരെ അവർ പോയിരുന്നു RSSന്റെ സപ്പോർട്ടിൽ. ഇതാദ്യമായിട്ടാണ് ഒരു കുറ്റപത്രത്തിൽ RSSന്റെ പേര് കാസർഗോട്ടെ ഇത്തരം സംഭവങ്ങളിൽ പരാമർശിക്കപ്പെടുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പ്രവർത്തകരാണ് എന്ന് ഇതിനു മുമ്പ് നടന്ന ഒരു സംഭവത്തിലും അങ്ങനെ ആ സംഘടന RSSനെ പേരെടുത്ത് കുറ്റപത്രത്തിൽ പറഞ്ഞിട്ടുള്ള പരാമർശിച്ചിട്ടുള്ള ഒരു കുറ്റപത്രവും കാസർഗോട്ടെ നേരത്തെ നടന്ന സമാനമായ 10 കോടതിയുടെ പ്രശ്നം അതല്ല. ആദ്യമായിട്ടാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത് ആ പ്രശ്നമല്ല. അത് പേര് പറഞ്ഞു ഇല്ല എന്നുള്ളതല്ല. അവർ RSSകാരെന്ന് തെളിയിക്കണം. അവർക്ക് ഈ റിയാസ് മൗലിയെ കൊല്ലാൻ കാരണമായ വിരോധമുണ്ടായിരുന്നു തെളിയിക്കണം. ആ തെളിവാണല്ലോ കോടതിയിൽ പ്രധാനം.
അല്ല, അത് കൃത്യമായിട്ട് പറയുന്നുണ്ടല്ലോ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസം ഈ 3 പ്രതികളിൽ 1-2 പേർക്ക് അവരുടെ പോളിംഗ് ബൂത്തിന് സമീപം വെച്ച് അടിയേറ്റത് തൊട്ടും ഉള്ള ചില സംഭവങ്ങളെല്ലാം കുറ്റപത്രത്തിൽ അവിടെയാണ് കേസ് പൊളിയുന്നത്. VP മുസ്തഫ, അവിടെയാണ് കേസ് പൊളിയുന്നത്. അതായത് ഈ പ്രതികൾക്ക് നേരത്തെ മർദ്ദനമേറ്റതിന്റെ വിരോധത്താൽ തല്ലിയത് ഏതോ മുസ്ലിങ്ങളാണെങ്കിൽ മുസ്ലിങ്ങളെ കൊന്നുകളയാമെന്ന് കരുതി ഇവർ ഇറങ്ങി പുറപ്പെട്ട് റിയാസ് മൗലിയെ കൊന്നു എന്നാണ് പ്രോസിക്യൂഷന്റെ കേസ്. അതിലെ പ്രശ്നം ഇവർക്ക് അങ്ങനെ ഒരു തല്ല് കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല, ഷുക്കൂർ വക്കീലാണ്. ഷുക്കൂർ വക്കീൽ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ആളാണല്ലോ. അദ്ദേഹം ഈ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കെ 2017 മാർച്ച് മാസത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് നേരിട്ട് ബോധിപ്പിക്കുകയാണ്. ആ FIR-ലും അതുപോലെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്ന ഈ പ്രതികളെ നേരത്തെ മർദ്ദിച്ചിരുന്നു ആരോ എന്ന് പറയുന്ന സംഭവം അവാസ്തവമാണ്, അത് തിരുത്തിയില്ലെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോവില്ല എന്ന് ഷുക്കൂർ വക്കീൽ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറഞ്ഞതാണ്. അത് തന്നെ ഈ വിധിന്യായത്തിലും വന്നിരിക്കുകയാണ്. പിന്നെ എങ്ങനെ കേസ് ജയിക്കാനാണ്? അല്ലല്ല, അങ്ങനെ എനിക്കറിയില്ല ഷുക്കൂർ വക്കീൽ എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഇന്നിപ്പോ ഈ സംഭവം ഈ വിധി വന്നതിന് ശേഷം ഇതിൽ ഏറ്റവും സജീവമായിട്ട് ഇടപെട്ടത് താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആക്ഷൻ കമ്മിറ്റിയാണ്. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹി എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൂടിയാണ് ഹാരിസ് ചൂരി. അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രസ്താവനയുണ്ട് മാധ്യമങ്ങളോട്. ഈ വിചാരണയെക്കുറിച്ചോ വാദത്തെക്കുറിച്ചോ പ്രോസിക്യൂഷന്റെ സമീപനത്തെക്കുറിച്ചോ അന്വേഷണത്തെക്കുറിച്ചോ ഞങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ആക്ഷേപമില്ല. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളെ കുറിച്ച് ഞങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഇന്നത്തെ ഈ വിധി വരെയും ഇല്ല എന്നാണ് തുടർച്ചയായി ഈ കേസിന്റെ പുറകിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹി ഹാരിസ് ചൂരി അവരെ പ്രസ്താവന തന്നെ ഇറക്കിയിട്ടുണ്ട്. അവര് എല്ലാ മാധ്യമങ്ങൾക്കും അത് നൽകിയിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ കുറ്റപത്രത്തിൽ എന്തെങ്കിലും അപാകതയുണ്ട്, അല്ലെങ്കിൽ പ്രോസിക്യൂഷന്റെ സമീപനത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ട്, പോലീസ് അന്വേഷണത്തിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ട് എന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഞാൻ പറഞ്ഞല്ലോ, അവരെ എടുത്തു പറയുകയാണ്. അന്നത്തെ VP മുസ്തഫയ്ക്ക് അറിയാമല്ലോ, 2017 മാർച്ച് മാസം 18-ാം തീയതി പ്രതികൾക്ക് ഒരു ഫുട്ബോൾ ടൂർണമെന്റിടെ മർദ്ദനമേറ്റു. അതിലുള്ള പ്രതികാരമായിട്ടാണ് ഈ കൊലപാതകം എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞത്. ഇതേ സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ ജഡ്ജ്മെന്റിൽ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ അവിടെ അങ്ങനെ ഒരു ടൂർണമെന്റ് നടന്നിരുന്നോ, അവിടെ പ്രതികൾക്ക് തല്ല് കിട്ടിയോ എന്ന് കാസർഗോഡുകാരനായ VP മുസ്തഫയ്ക്ക് അറിയാമല്ലോ. മുസ്തഫ തന്നെ പറയുന്നു അവിടെ തല്ല് കിട്ടിയെന്ന്. കിട്ടിയിട്ടില്ല എന്ന് പറയുന്നത് ഷുക്കൂർ വക്കീലാണ്. അല്ല, ഞാൻ മാത്രം പറയുന്നതല്ലോ. ഇങ്ങനെ ഒരു സംഭവം ഈ പറഞ്ഞതുപോലെ താങ്കൾ സൂചിപ്പിക്കുന്ന പോലെ, അജിൻസ് സൂചിപ്പിക്കുന്ന പോലെ കുറ്റപത്രത്തിലെ ഈ പരാമർശങ്ങൾ ശരിയല്ല എങ്കിൽ ഇതിന്റെ പിറകിലുള്ള ആക്ഷൻ കമ്മിറ്റി നേരത്തെ അത് ചൂണ്ടിക്കാട്ടുമായിരുന്നില്ലേ? അവിടെ നമ്മുടെ ഈ SP-യെ ഇന്നും അദ്ദേഹം ഹാരിസ് ചൂരി എന്ന് പറയുന്ന മുസ്ലിം ലീഗ് നേതാവ് കൂടിയായിട്ടുള്ള ആക്ഷൻ കമ്മിറ്റി കൺവീനർ ഡോക്ടർ ശ്രീനിവാസ് IPS-ന്റെയും അന്നത്തെ SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവനായിരുന്ന PK സുധാകരൻ പിന്നീട് DSP ആയിട്ട് റിട്ടയർ ചെയ്തു. അദ്ദേഹത്തിന്റെയും പേരുകൾ ഇന്നും എടുത്തു പറഞ്ഞു. അവരേറ്റവും ശരിയായ നിലയിലാണ് അന്വേഷണം നടത്തിക്കൊണ്ടുപോയത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അവരന്വേഷിച്ച് നടത്തിയിട്ടുള്ള ഈ പരാമർശം പെശകാണ്, ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് ഇന്ന് പോലും ഈ വിധി വന്നതിന് ശേഷവും ആക്ഷൻ കമ്മിറ്റിയുടെ ആളുകൾ പറഞ്ഞില്ല. ഞാൻ പറയുന്നതല്ല ഇത്. ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹികൾ പോലും അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല. ശരി, അപ്പോൾ ഷുക്കൂർ വക്കീൽ അങ്ങനെ പറഞ്ഞെന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമുക്ക്. ശ്രീ റിജിൽ മാക്കുറ്റി, പ്രതിപക്ഷം മുസ്ലിം ലീഗും കോൺഗ്രസും ഒരേ സ്വരത്തിൽ പറയുന്നത് ഇത് കേസ് അട്ടിമറിച്ചതാണ്, ഒത്തുകളിയാണ് എന്നാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? ശ്രീ അജിംസെ, യഥാർത്ഥത്തിൽ ശ്രീ VP മുസ്തഫ പറയുന്നതല്ല വസ്തുത. ഈ കേസ് വന്നതിന് ശേഷം ഈ കേസിനകത്ത് പോലീസും അതോടൊപ്പം സർക്കാരും എടുത്ത നിലപാട് ലാഘവത്തോടെയാണ് എന്നുള്ളതിന് തെളിവാണ് ഈ കേസിനകത്ത് റിയാസ് മൗലവി എന്ന് പറയുന്ന ഒരു നിരപരാധിയായ ഒരു മതപണ്ഡിതനെ പള്ളിയിൽ കയറി RSSന്റെ തീവ്രവാദികൾ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ പ്രതികൾ ഇന്ന് രക്ഷപ്പെട്ടു പോയത് നമുക്കറിയാൻ സാധിക്കും. ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ഈ ഒരു കൊലപാതകം നടക്കുന്നത് തന്നെ കാരണം ഒരു വർഗീയ കലാപത്തിലേക്ക് ആ നാട് നയിക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ വർഗീയ കലാപത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി തീവ്രവാദ ശക്തികൾ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി UAP ചുമത്തണം. പക്ഷേ ഈ പ്രതികൾക്കെതിരായി UAP ചുമത്തണമെന്ന് റിയാസ് മൗലവിയുടെ കുടുംബം ഉൾപ്പെടെ പരാതി കൊടുത്തിട്ട് പോലും അത്തരത്തിലൊരു നിലപാടിലേക്ക് സർക്കാർ പോയില്ല എന്നുള്ള വസ്തുതയാണ്.
ഈ നാട്ടിൽ അലനും താഹ എന്ന് പറയുന്ന രണ്ട് ചെറുപ്പക്കാർ അവരുടെ വീട്ടിനകത്ത് ഒരു പുസ്തകത്തിനകത്ത് എന്തോ എഴുതി വെച്ചു എന്നതിൻ്റെ പേരിൽ UAP ചുമത്തി എത്രയോ മാസക്കാലം ജയിലിലിട്ട നാടാണി നാട്. അതും ഭരിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി ഭരിക്കുമ്പോഴാണ് എന്നുള്ളത് കൂടി നമ്മുടെ വസ്തുതയാണ്. അപ്പോൾ UAP ഈ പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടില്ല. മാത്രവുമല്ല, ഈ കേസിൻ്റെ നാൾവഴികളെല്ലാം തന്നെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വെച്ചതുപോലെ തന്നെ വളരെ കൃത്യമായി RSSനെയും സംഘപരിവാറിനെയും വെള്ളപൂശുന്നതിന് വേണ്ടിയുള്ള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടലുണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഷുക്കൂർ എന്ന് പറയുന്ന ഇപ്പോൾ CPMൻ്റെ സഹയാത്രികനായി നിൽക്കുന്ന അഡ്വക്കേറ്റ് ഷുക്കൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിനകത്ത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി കൊടുത്ത പരാതിയിൽ റിമാൻഡ് റിപ്പോർട്ടിൽ പ്രതികളുടെ സംഘപരിവാർ ബന്ധം സമർത്ഥമായി മൂടിവെക്കാൻ പ്രത്യേകം പോലീസ് ശ്രദ്ധിച്ചു. അവരുടെ RSS BJP ബന്ധത്തെ ഒരു പരാമർശം പോലും രേഖകളിൽ നിന്ന് ഒരിടത്തും വരാതിരിക്കാൻ പോലീസ് പ്രത്യേകം ശ്രദ്ധ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അതോടെ പോലീസിൻ്റെ രേഖകളിൽ നിന്നും RSS സംഘപരിവാർ ശക്തികളുടെ കടുത്ത മുസ്ലിം വിരോധം കൊലയ്ക്ക് പ്രേരിപ്പിച്ചെന്ന വസ്തുത മറച്ചു വെക്കാൻ RSS ശക്തികളെ വെള്ളപൂശാനുള്ള ശ്രമവും പോലീസിൻ്റെ ഭാഗത്ത് ഉണ്ടായി എന്നുള്ളത് ഷുക്കൂർ വക്കീൽ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഷുക്കൂർ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് ഉണ്ട്. അദ്ദേഹം ഫേസ്ബുക്ക് തിരുത്തിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ CPMൻ്റെ സഹയാത്രികനാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ കേസിൻ്റെ തുടക്കം മുതൽ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനകത്ത് സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി ഇടപെട്ടിട്ടുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ലോകനാഥ് ബെഹ്റ എന്ന് പറയുന്ന DGP ആയിരുന്ന കാലത്താണ് ഇതൊക്കെ നടന്നത്. അപ്പോൾ സ്വാഭാവികം RSS പ്രതികളായിക്കൊണ്ടിരിക്കുന്ന കേസിനകത്ത് പ്രത്യേക താല്പര്യമുള്ള DGP ആണ് അദ്ദേഹമെന്നും മറ്റ് പല കേസിൻ്റെ ഭാഗമായിട്ടും അദ്ദേഹം ഈ കേസിനകത്തും BJPയെയും സംഘപരിവാരം സഹായിക്കുന്നതിന് വേണ്ടി നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ഈ കേസിൻ്റെ വിധി വന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കേസിൻ്റെ വിധി വരുന്നതിന് മുമ്പാണ് നമ്മുടെ രഞ്ജിത്ത് ശ്രീനിവാസൻ എന്ന് പറയുന്ന RSSകാരൻ കൊല ചെയ്യപ്പെട്ട കേസ്. ആ കേസിനകത്ത് കേരളത്തിലെ പോലീസും പ്രോസിക്യൂഷനും സർക്കാരും എടുത്ത ജാഗ്രത എത്രയായിരുന്നു? ആ കേസിനകത്തെ മുഴുവൻ പ്രതികളെയും വധശിക്ഷക്കാണ് വിധിച്ചത്. ആ കേസിനകത്ത് ഇതുപോലെ ക്രൂരമായ കൊലപാതകമാണ് നടന്നത് എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് വധശിക്ഷ നടത്തിയത്. പക്ഷേ അതിൻ്റെ മണിക്കൂർ മുമ്പ് നടന്ന ഷാൻ എന്ന് പറയുന്ന ഒരു SDPIക്കാരൻ്റെ കൊലപാതകം, ആ കൊലപാതകത്തിൻ്റെ കേസ് ഇന്ന് എവിടെയെത്തി? ഏത് രൂപത്തിലാണ് കേസ് പോകുന്നത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. അപ്പോൾ RSSൻ്റെ ആളുകൾ ആക്രമിക്കപ്പെട്ടവർക്ക് പ്രത്യേക രൂപത്തിലുള്ള ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടി വളരെ കൃത്യമായ സംവിധാനം കേരളത്തിലെ പോലീസിൻ്റെ ഭാഗത്തും സർക്കാരിൻ്റെ ഭാഗത്തും ഉണ്ട് എന്നുള്ളതും മറ്റുള്ളവരുടെ കൊലപാതകം അത് ലാഘവത്തോടെ കാണും എന്നുള്ളതിൻ്റെ തെളിവായി തന്നെയാണ് ഇന്നത്തെ ഈ വിധി എന്നുള്ളതാണ്. എത്രത്തോളം പോലീസിനെ ന്യായീകരിക്കാനും സർക്കാരിനെ ന്യായീകരിക്കാനും റിജിൽ മാക്കുറ്റി, ഈ കേസിന്റെ തുടക്കത്തിൽ ഈ ഷുക്കൂർ വക്കീൽ തന്നെയാണ് പ്രോസിക്യൂഷൻ ആയിരുന്നത്. പിന്നീട് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് അഡ്വക്കേറ്റ് അശോകൻ വരുന്നു. അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം അഡ്വക്കേറ്റ് ഷാജിത്ത് ഈ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവുന്നു. അപ്പോൾ ഇത്രയും മോണിറ്ററിംഗ് നടന്ന, അപ്പോൾ ഷുക്കൂർ വക്കീലൊക്കെ ഈ കേസ് മോണിറ്റർ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്ര ആത്മാർത്ഥതകളൊന്നാണല്ലോ മുഖ്യമന്ത്രിയെ പോയി കാണുന്നത്. മുഖ്യമന്ത്രിയോട് പറയുന്നത് ഇതിൽ UAP ചാർത്തണം, ഇതിൽ RSSകാർ ആണെങ്കിൽ അത് അങ്ങനെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയണം, കുറ്റപത്രത്തിലും അത് ഉണ്ടാവണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത് അദ്ദേഹം അത് മോണിറ്റർ ചെയ്യുന്നുണ്ടാണല്ലോ. എന്നിട്ട് പിന്നെ അട്ടിമറി നടക്കുന്നത് എങ്ങനെയാണ്? അല്ല, എനിക്ക് തോന്നുന്നത് ഷുക്കൂർ വക്കീൽ CPMൻ്റെ കൂടെ നിൽക്കുന്ന സമയത്തല്ല ഈ ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയത് എന്നുള്ളതാണ്. അദ്ദേഹം CPM ബന്ധം വിട്ടതിന് ശേഷം തോന്നുന്നു ഇത്ര പോസ്റ്റിലേക്ക് വന്നത്. CPMലേക്ക് വരുന്നതിന് മുമ്പാണ് അദ്ദേഹം ഇത്തരം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, അതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഇതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പല കാര്യങ്ങളും, പിന്നെ ക്രിക്കറ്റ് കളി നടക്കുന്ന സമയത്താണ്, അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുന്ന ഹോട്ടലിലാണ് എന്നൊക്കെ പല കാര്യങ്ങളും പറയുന്നത്, അന്ന് നടന്നിട്ടില്ല. അങ്ങനെ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല, ഈ രൂപത്തിലേക്ക് ഈ പ്രതികൾക്ക് ഈ ഉസ്താദിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രേരണ ഇവിടെ എന്നതിനെ കുറിച്ചുള്ള ഗൂഢാലോചന ഈ കേസിൽ അന്വേഷിച്ചിട്ടുണ്ടോ? അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം, ജ്യോതിഷ് എന്ന് പറയുന്ന ഒരു കൊടും ക്രിമിനൽ RSSന്റെ ഒരു തീവ്രവാദി ഉണ്ട് അവിടെ. അയാൾ പിന്നെ നിരവധി കൊലക്കേസിനകത്ത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വർഗീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരാളാണ്, ഒരു ക്രിമിനലാണ് ജ്യോതിഷ്. അയാൾ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യ എന്ന് പറയുമ്പോൾ കുമ്പള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് BJP CPM തമ്മിൽ ധാരണയുണ്ടായിരുന്നു. ആ ധാരണയ്ക്ക് ശേഷമുള്ള പ്രശ്നത്തിനകത്ത് അയാൾ ആത്മഹത്യ ചെയ്തത്. അപ്പോൾ അയാൾ ഉൾപ്പെടെ അയാളുടെ ഏറ്റവും അടുത്ത അനുയായികളാണ് ഈ കൊലക്കേസിലെ പ്രതികളെന്നാണ് ഞാൻ അവിടെ ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്തരത്തിൽ ആ ഗൂഢാലോചന ഈ ജ്യോതിഷ് എന്ന് പറയുന്ന അവിടുത്തെ ഏറ്റവും വലിയ ഒരു തീവ്ര വർഗീയവാദിയായ ക്രിമിനലാണ്. ആ ക്രിമിനലിൻ്റെ അന്നത്തെ ഈ ഇടപെടൽ പോലും അന്വേഷിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് ഗൂഢാലോചനയിലേക്ക് ഈ കേസ് പോയിട്ടില്ല. ശ്രീ അജിംസെ, ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല. ഈ കേവലം ഈ പ്രതികൾക്ക് എന്ത് വിരോധമാണ്, പ്രത്യേക വിരോധമാണ് ഈ മൗലവിയോട് ഉണ്ടായിട്ടുള്ളത്? അദ്ദേഹവുമായി ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷയത്തിലും ഉണ്ടായില്ല. നിരപരാധിയായ മഹാസാധുവായ ഒരു മതപണ്ഡിതൻ, ഒരു മഹാസ്വാത്വികനായ ഒരു മനുഷ്യനെയാണ് അതിദാരുണമായി പള്ളിയിൽ കയറി ഇതുപോലെ ബ്രൂട്ടലായി കൊലപ്പെടുത്തിയിട്ട് ആ പ്രതികൾ ഇന്ന് പുല്ലുപോലെ രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ എന്തിനാണ് ഈ പ്രോസിക്യൂഷൻ എന്നൊക്കെ പറഞ്ഞ്
നിങ്ങൾ നിൽക്കുന്നത്? എന്തിനാണ് ഈ പോലീസ് സംവിധാനം എന്ന് പറഞ്ഞ് നിൽക്കുന്നത്? ന്യായീകരിക്കുകയാണോ? അപ്പം നിങ്ങളുടെ കഴിവുകേടും നിങ്ങളുടെ കെടുകാര്യസ്ഥതയുമാണ് ഈ വിഷയത്തിനകത്ത്. മാത്രമല്ല ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാൻ സാധിക്കും. ശ്രീ എമ്മുമായി ബന്ധപ്പെട്ട് കേരളത്തിനകത്ത് RSSഉം സംഘപരിവാറും CPM നടത്തിയ, മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഭാഗമായി തന്നെയാണ് RSSന്റെ ക്രിമിനലുകൾ, തീവ്രവാദികൾ അകപ്പെട്ട കേസിനകത്ത് നിന്ന് അവർ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മാത്രമല്ല ശ്രീ അജിംസെ, ഈ ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന CPI നേതാവിനെ അതിക്രൂരമായി ആക്രമിച്ച കേസിനകത്തെ പ്രതികളെ വെറുതെ വിടാൻ CPMന്റെ നേതൃത്വം ഇടപെട്ട് അവരെ RSSന് വേണ്ടി സഹായിച്ചു എന്ന് ഈ ചന്ദ്രശേഖരൻ പോലും ഈ കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് പരിതപിക്കുമ്പോഴാണ് ഈ കേസിനകത്ത് പോലും BJPക്കും സംഘപരിവാറിനും അനുകൂലമായി പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ ആ തീവ്രവാദികൾക്ക് അനുകൂലമായി നിലപാട് സ്വീകരിക്കുന്നു പറയുമ്പോൾ ഒത്തുകളി രാഷ്ട്രീയം വളരെ കൃത്യമാണ് എന്നുള്ളത് സംബന്ധിച്ച് ഒരു തർക്കമില്ല കാര്യത്തിൽ. ശ്രീ ഷാബു പ്രസാദ്, ഈ കാസർഗോഡ് മറ്റേത് ജില്ലകളെ അപേക്ഷിച്ചും കാസർഗോഡ് കുറച്ചുകൂടി കമ്മ്യൂണൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. അവിടെ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു 10 കേസുകളിലെങ്കിലും ആരാക്രമിക്കപ്പെട്ടാലും ആര് കൊല ചെയ്യപ്പെട്ടാലും പ്രതികളെ വെറുതെ വിടുന്നൊരു പതിവാണ് കോടതികളിൽ എന്ന് പറയുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? മറ്റൊരു കാര്യം, ഒരു RSSകാരനെ ആയ പ്രതി RSSകാരനാണെന്ന് തെളിയിക്കാൻ പോലും സാധിക്കാത്ത അന്വേഷണം എന്ത് അന്വേഷണമാണ്? അല്ല ജിംസെ, ഇപ്പോൾ ഇവിടെ ശ്രീ മുസ്തഫ സംസാരിച്ചു, റിജിൽ മാക്കുറ്റി സംസാരിച്ചു, ഇപ്പോൾ താങ്കൾ ഈ ചോദ്യം ചോദിച്ചു. ഇതിനെല്ലാം കൂടെ കേൾക്കുമ്പം എനിക്ക് തോന്നുന്നത് കേരളം ഭരിക്കുന്നത് BJPയോ അല്ലെങ്കിൽ യോഗി ആദിത്യനാഥും ഒക്കെ ആണോ? ഇതിൽ നിന്നും നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുകയാണെങ്കിൽ അങ്ങനെ വേണം കരുതാൻ. കാര്യം ഒരു പ്രമാദമായ ഒരു വലിയ കൊലക്കേസിനെ അട്ടിമറിക്കാൻ പാകം വിധത്തിൽ ആണോ ഇവിടെ പിണറായി വിജയൻ്റെ മുകളിൽ RSSൻ്റെ സ്വാധീനം എന്ന് പറഞ്ഞാൽ അത് ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്ത് ചെറിയ കളിയാണോ അത്? സാബു, അങ്ങനെ ഒരു ആരോപണമുണ്ട്. അല്ല ഞാനതാ മനസ്സിലാക്കുന്നത്. മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ ജിംസെ? ഈ കേരളത്തിൽ ഈ അതും മുസ്ലിം വോട്ട് ബാങ്ക്, വളരെ ശക്തമായ മുസ്ലിം വോട്ട് ബാങ്ക് വളരെ വിജയകരമായി തന്നെ കൈയടക്കിയ LDF, CPM, ഒരു സംശയമില്ല. അവർ കഴിഞ്ഞ പാലക്കാട് പ്ലീനത്തിന് ശേഷം ആ മുസ്ലിം വിഭാഗത്തിൻ്റെ ഇടയിൽ അവർ വലിയ സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. ആ മുസ്ലിം വിഭാഗത്തിൻ്റെ പിന്തുണ UDFന് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം വർക്കൗട്ട് ചെയ്തതിൻ്റെ ഫലമാണ് 2021 അവർക്ക് തുടർഭരണം, ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിൽ തുടർഭരണം കിട്ടിയത്. LDF അക്കാര്യത്തിൽ വളരെ സീരിയസ് അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ട്. അവർ മുസ്ലിം ലീഗിനെ ഇവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു LDF സർക്കാരിൻ്റെ, പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്ര ഗുരുതരമായ രീതിയിൽ, അതും എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കേസിൽ ഇങ്ങനെ ഒരു വലിയ അട്ടിമറി നടത്തും എന്ന് പറയണമെങ്കിൽ, ഇപ്പോൾ റിജിൽ മാക്കുറ്റി പറഞ്ഞാൽ എനിക്കത് മനസ്സിലാവും. കാര്യം അവരുടെ അവസ്ഥ, കാര്യം അവർക്ക് അത് പറഞ്ഞേ പറ്റുള്ളൂ. രാഷ്ട്രീയം അവിടെ ഉണ്ട്, അവർക്ക് വ്യക്തമായ രാഷ്ട്രീയ കാരണം അവിടെയുണ്ട്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടു പോയ വോട്ട് ബാങ്ക്, ആ ബേസ് അവർക്ക് തിരിച്ചു പിടിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ഇലക്ഷനാണ് വരാൻ പോകുന്നത്. അതുകൊണ്ട് കിട്ടുന്ന ഓരോ അവസരത്തിലും അവർ പിണറായി വിജയനെയും LDF സർക്കാരിനെയും ആക്രമിക്കാൻ ശ്രമിക്കും, പ്രത്യേകിച്ച് ഇതുപോലുള്ള കാര്യത്തിൽ. അതൊന്നും എനിക്ക് മനസ്സിലാക്കാം. പക്ഷേ അജിംസിനെ പോലെ ഉള്ള ഒരാൾ അങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞാൽ, കേരളത്തിൽ അങ്ങനെ വലിയൊരു അട്ടിമറി നടക്കുന്നു എന്ന് പറഞ്ഞാൽ, അതും സംഘപരിവാറിന് അനുകൂലമായി നടക്കുന്നു എന്ന് പറഞ്ഞാൽ, അത് നമുക്ക് സാമാന്യ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനമില്ലേ? ഇല്ല ഷാബു, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. കാസർഗോഡ് ജില്ലയിൽ കഴിഞ്ഞൊരു 10 വർഷം ഉണ്ടായിട്ടുള്ള കേസുകളിൽ, 10 വർഷമല്ല, കഴിഞ്ഞൊരു 10 കേസുകളിലെങ്കിലും പ്രതികളെ വെറുതെ വിടുകയാണ്. ശിക്ഷിക്കപ്പെടുന്നില്ല. അതാണ് കേൾക്കൂ, കമ്മ്യൂണൽ സെൻസിറ്റീവ് കേസുകളുമാണ്. ഇതിപ്പം ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പറയാം. ഇപ്പോൾ ഈ കേസ് ഇത്രയും മുസ്തഫ ഇവിടെ അത് പറഞ്ഞു. ഇപ്പോൾ ഈ വിധിന്യായത്തിൻ്റെ അകത്ത് ഈ വിധി വന്നതിന് ശേഷം ആ മുഴുവൻ കുറ്റവും പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന്, അല്ലെങ്കിൽ അത് ഈ കേസിൻ്റെ നാൾ വഴികളിൽ ഒരിടത്തു പോലും, 7 വർഷമായില്ലേ, ഒരിടത്തു പോലും ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഓപ്പൺ കോർട്ടിൽ നടക്കുന്ന വാദമല്ലേ ഇതെല്ലാവരും കേൾക്കുന്നതല്ലേ? അതും വലിയ വലിയ പ്രമാദമായ, എല്ലാവരും കേരളം ശ്രദ്ധിക്കുന്ന ഒരു കേസ്. അവിടെ ഒന്നും ഈ കാര്യങ്ങൾ ഇതുവരെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? മീഡിയ വണ്ണ് ഇന്ന് വരെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുന്നൊരു കാര്യം ഞാൻ പറയാം. ഇവിടെ ഈ സംഭവം നടന്നു. ആ സംഭവം നടന്നപ്പോൾ ഈ അറസ്റ്റ് എങ്ങനെയെങ്കിലും ഒരു 2-3 RSSകാരെ പിടിച്ച് അകത്താക്കുക, അല്ലെങ്കിൽ RSS ബന്ധം ആരോപിച്ച് കുറച്ച് ആൾക്കാരെ പിടിച്ച് അകത്താക്കുക, അതിൻ്റെ പേരിൽ ഒരു വാർത്ത സൃഷ്ടിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം എന്ന ഒരു ഇൻറ്റൻഷൻ ഇവിടെ കേരള പോലീസിനോ
സർക്കാരിനോ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഇപ്പോൾ DNA കേസിൻ്റെ കാര്യം പറഞ്ഞു, ചോര പുരണ്ട വസ്ത്രത്തിൻ്റെ കാര്യം പറഞ്ഞു. 2006 ഫസൽ വധക്കേസിൽ എന്തായിരുന്നു തുടക്കത്തിൽ സംഭവിച്ചത്? ഫസലിൻ്റെ ചോര പുരണ്ട വസ്ത്രം അവിടെ ഉണ്ടായിരുന്ന സംഘപരിവാർ പ്രവർത്തകരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തു. അതിനുശേഷം കേസ് എങ്ങനെ പോയി എന്നുള്ളത് നമ്മൾ അറിഞ്ഞല്ലോ. ഫസലിൻ്റെ ഭാര്യ CBI അന്വേഷണത്തിന് അഭ്യർത്ഥിച്ച് കോടതിയിൽ പോയി. ഹൈക്കോടതി CBI അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ എങ്ങനെയാണ് അത് കാരായിമാർക്കെതിരെ തിരിഞ്ഞത് എന്ന് കണ്ടാണല്ലോ. ഇതേപോലെ തന്നെ ഫസലിൻ്റെ രക്തം പുരണ്ട വസ്ത്രം RSSകാരുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത ഒരു സംഭവമാണിത്. 2006 നടന്ന സംഭവമാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് ഈ DNA കേസ്, DNA തെളിവുകൾ എന്ന് പറയുന്നത് 100% നമുക്ക് അതൊക്കെ ഒരു പരിധിവരെ, നല്ലൊരു പരിധിവരെ ഈ രീതിയിൽ പോലീസിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്, ഈ 3 പ്രതികൾ, ഈ അറസ്റ്റ് ചെയ്തപ്പെട്ട, ഇപ്പോൾ ഈ വെറുതെ വിടപ്പെട്ട ഈ 3 പ്രതികളല്ല ഇതിൻ്റെ അകത്തെ കുറ്റവാളികൾ. ഇതിലെ കുറ്റവാളികൾ, യഥാർത്ഥ കുറ്റവാളികൾ ഇവിടെ ഇരുന്ന്, ഈ സമൂഹത്തിലിരുന്ന് ഇപ്പോഴും ചിരിക്കുന്നുണ്ട്. ശരി എന്നാണ് ഞാൻ ഇതിൽ നിന്ന് ഇത് മാത്രമേ മനസ്സിലായ കാര്യം. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് ഇവരുടെ ലക്ഷ്യമേ അല്ല. ഷാബു പറയുന്ന ഒരു പുനരന്വേഷണം ആവശ്യമാണെന്നാണ്. തീർച്ചയായിട്ടും 100%. ശരി, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, വളരെ ഗുരുതരമായ ഒരു ആക്ഷേപമാണ് ഈ കോടതി വിധിയെ തുടർന്ന് പ്രോസിക്യൂട്ടർ ഉന്നയിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഈ DNA പരിശോധനാ ഫലം കോടതിയിൽ ഹാജരാക്കിയതാണ് എന്നാണ്. ജഡ്ജ്മെന്റിൽ പറയുന്നത് അങ്ങനെ ഒരു DNA പരിശോധനയ്ക്ക് പോലും അന്വേഷണ ഉദ്യോഗസ്ഥർ തുനിഞ്ഞില്ല. പ്രതികളുടെ മോട്ടീഫ് എന്താണെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷനോ അന്വേഷണ ഉദ്യോഗസ്ഥരോ കഴിഞ്ഞിട്ടില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടുന്നു. എന്താണ് ആ വിധി ഞാൻ വായിക്കുമ്പോൾ തോന്നുന്നത്? ജിംസ്, പ്രാഥമികമായി ഒരു അഭിഭാഷകൻ എന്നതിലപ്പുറത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ റിയാസ് മൗലവിയുടെ ഭാര്യയുടെ കണ്ണുനീരിന് നമുക്കെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. രഞ്ജിത്ത് ശ്രീനിവാസൻ കേസിൽ കുറ്റം നടന്ന് 1 വർഷത്തിനകം കൊലപാതകത്തിലെ ഗൂഢാലോചനയടക്കം തെളിയിക്കപ്പെട്ട് എല്ലാ പ്രതികൾക്കും വിചിത്രമായ രീതിയിൽ വധശിക്ഷ വിധിക്കുന്ന ഒരു നാട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് സംസ്ഥാന പോലീസ് മേധാവി റിവാർഡ് പ്രഖ്യാപിക്കുന്ന ഒരു നാട്ടിൽ 2017 കഴിഞ്ഞാൽ ഒരു കൊലപാതകം നടക്കുകയും 7 വർഷം അതിന്റെ അന്വേഷണവും വിചാരണയും ഇഴഞ്ഞു നീങ്ങുകയും യാതൊരു തരത്തിലും വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാനുള്ള ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുകയും ഒരു പ്രത്യേക പരിഗണനയും ഈ കേസിന് നൽകാതിരിക്കുകയും, സമാനമായ ധാരാളം കേസുകളുണ്ട്, നൽകാതിരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് പ്രതികളെ വെറുതെ വിടുമ്പോൾ എന്താണ് RSSുമായി ബന്ധപ്പെട്ട് RSSുകാർ കൊല്ലപ്പെടുമ്പോൾ ലഭിക്കുന്ന പ്രാധാന്യം RSSുകാർ കൊല ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കേരള പോലീസ് നൽകുന്നില്ല എന്നും, ഇന്ന് റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിടുമ്പോൾ പോലീസിനെതിരെ അതിശക്തമായ വിമർശനങ്ങൾ ഉയരുമ്പോൾ ആ വിമർശനങ്ങൾ പരിശോധിക്കുവാൻ തയ്യാറാവാതെ അതിനെതിരെ വിമർശനം ഉന്നയിക്കുന്ന ആളുകൾക്കെതിരെ കേസെടുക്കുമെന്ന ഭീഷണി ഇന്ന് സംസ്ഥാന പോലീസ് അതിന്റെ പേരിൽ വർഗീയ പ്രചാരണം നടത്തിയാൽ കേസെടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിന്റെ അർത്ഥം പോലീസിനെ വിമർശിച്ചാൽ ഞങ്ങൾ കേസെടുക്കുമെന്നാണ്. ആ തരത്തിലുള്ള ഒരു നടപടി സ്വീകരിക്കുകയും പോലീസിന്റെ വീഴ്ചയെക്കുറിച്ച് ഗൌരവമായ ഒരു പരിശോധന നടത്താൻ പോലീസ് തയ്യാറാവാതിരിക്കുകയും ചെയ്യുമ്പോൾ ഇത് വളരെ ബോധപൂർവമായ ഒരു ശ്രമമാണ് എന്നും ഇത് ഈ നാട്ടിൽ നീതി നിഷേധിക്കപ്പെടുന്ന മനുഷ്യരോടുള്ള അതിക്രൂരമായ അനീതിയാണ് എന്നും ആമുഖമായി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. രണ്ടാമത് അജിംസുവിടെ ചോദിച്ച ചോദ്യം, ഈ കേസിൽ ഇതിന്റെ വിധിന്യായം ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ, ഞാനത് ഒരാവർത്തി വളരെ വേഗത്തിൽ വായിച്ചു പോയതാണ്, ഒറ്റ നോട്ടത്തിൽ വായിക്കുമ്പോൾ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പരാജയം ഉണ്ടായി എന്ന് പറയാവുന്ന എന്തെങ്കിലും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന്റെ ഒരു കാരണം ബഹുമാന്യനായ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ക്രിമിനൽ അഭിഭാഷകൻ അഡ്വക്കേറ്റ് K. അശോകൻ സാർ ആയിരുന്നു ഈ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തെ അറിയാവുന്ന ആരും തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കളോട് ഈ കേസിലെ പോലീസ് അന്വേഷണം വളരെ വീക്കാണ്, ഇൻവെസ്റ്റിഗേഷൻ വളരെ വീക്കാണ് എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതായി ഞാൻ ഇന്ന് ചില അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായ അഭിഭാഷകരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ പരിശോധിച്ചാൽ പോലീസിന്റെ ഭാഗത്തു നിന്നും, നേരത്തെ ഷുക്കൂർ വക്കീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവിടെ സൂചിപ്പിച്ചു, അദ്ദേഹം ആ നാട്ടുകാരനാണ്. ഈ കേസ് സംഭവിച്ചതിന് ശേഷം, കൊലപാതകം സംഭവിച്ചതിന് ശേഷം ഈ പള്ളിയിലും ഈ ആക്ഷൻ കൌൺസിലിന്റെ ആളുകളെയും ഷുക്കൂർ വക്കീൽ അടക്കമുള്ള ആളുകളെയും ആ കാലത്ത് ഞാൻ പോയി
കാണുകയും അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. അന്ന് അദ്ദേഹം പറഞ്ഞത് എന്റെ ഓർമ്മയിലുണ്ട്. എന്ന് വെച്ചാൽ അന്ന് തുടക്കത്തിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്ന സന്ദർഭത്തിലൊക്കെ തന്നെയും RSS ബന്ധം കൃത്യമായി രേഖപ്പെടുത്തുവാനോ പരിശോധിക്കുവാനോ പോലീസ് തയ്യാറാവാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീടാണ് ഇതിൽ RSS ബന്ധം പേരിനെങ്കിലും എഴുതി ചേർക്കുവാൻ പോലീസ് തയ്യാറായത് എന്നതൊരു വസ്തുതയാണ്. 2, ഈ പ്രതികൾ അന്ന് ഈ സംഭവം നടക്കുന്നത് ചൂരിയിലെ പള്ളിയിൽ പോയിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാം. ആ പള്ളിയിൽ അങ്ങനെ വെറുതെ ബൈ ചാൻസിന് ആളുകൾക്ക് എത്തിപ്പെടാനൊന്നും കഴിയില്ല. വളരെ ബോധപൂർവ്വം തീരുമാനിച്ചുറപ്പിച്ചാൽ മാത്രമാണ് ആ പള്ളിക്ക് അകത്ത് കയറുകയും അകത്തുള്ള ഒരാളെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയും ചെയ്യണമെങ്കിൽ വളരെ കൃത്യമായ ആസൂത്രണം വേണം, തീരുമാനം വേണം. എങ്കിൽ മാത്രമേ അത് ചെയ്യാൻ കഴിയുകയുള്ളൂ. നമുക്ക് എല്ലാവർക്കും അവിടെ പോയിട്ടുള്ള ഏതൊരാൾക്കും ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ അന്ന് ഈ പ്രതികൾ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരുന്നെന്നും ഒരു RSS നേതാവിന്റെ വംശീയതയും വർഗീയതയും ജ്വലിപ്പിക്കുന്ന ഒരു പ്രഭാഷണം കേട്ടതിനു ശേഷമാണ് ഈ കൊലപാതകം നടത്തിയിട്ടുള്ളത് എന്നും അന്ന് തന്നെ ഉയർന്ന ആരോപണമാണ്. എന്നിട്ടും ഈ കേസിൽ പോലീസ് മോട്ടീവായി പറഞ്ഞിട്ടുള്ളത് വളരെ വീക്കായ, അതിന്റെ പേരിൽ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുപോലും ഈ വിധിന്യായത്തിൽ, ഈ മോട്ടീവായി പറയുന്ന കാര്യത്തിൽ കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെട്ടില്ല എന്നുപോലും വിധിന്യായത്തിൽ പരാമർശമുണ്ട്. അങ്ങനെ ഇരിക്കെ വളരെ വീക്കായ ഒരു അന്വേഷണം നടത്തുകയും ഇതിന്റെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നത് അന്ന് മുതൽ, ഈ കേസ് രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ എല്ലാവരും, ആക്ഷൻ കൌൺസിൽ ഉൾപ്പെടെ എല്ലാവരും, ഇപ്പോൾ പ്രോസിക്യൂഷനും പോലീസൊക്കെ വളരെ നന്നായി എന്ന് രാഷ്ട്രീയ കാരണങ്ങളാൽ പറയുന്ന അഡ്വക്കേറ്റ് ഷുക്കൂർ ഉൾപ്പെടെ അതിശക്തമായി, ഈ ഷുക്കൂർ വക്കീൽ 2017 എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ്, 2020 എഴുതിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് നമ്മളെല്ലാവരും ഇവിടെ റഫറൻസ് ആയിട്ട് കാസർഗോഡുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ചും പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടും പോലീസുമായി ബന്ധപ്പെട്ടൊക്കെ വളരെ ആധികാരികമായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്ന ഒരു അഭിഭാഷകനാണ് അഡ്വക്കേറ്റ് ഷുക്കൂർ എന്ന് പറയുന്നത്. അദ്ദേഹം അവിടുത്തെ പ്രോസിക്യൂട്ടർ, ദീർഘകാലം പ്രോസിക്യൂട്ടറൊക്കെ ആയിരുന്നിട്ടുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം 2020 പറയുന്നത് ഇപ്പോൾ പറയുന്നില്ല. അത് മറ്റൊരു കാരണമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ അന്നത്തെ വാക്കുകൾ വളരെ കൃത്യമാണ്. അന്ന് പോലീസ് വളരെ ബോധപൂർവം RSSനെ സംരക്ഷിക്കുവാൻ, RSSന്റെമായിട്ടുള്ള പ്രതികളുടെ ബന്ധം സംരക്ഷിക്കുവാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് അന്വേഷണത്തിൽ പേരിന് RSSുമായുള്ള ബന്ധം ഇത് മുസ്ലിം വിരോധം കൊണ്ടുണ്ടായ കൊലപാതകമാണ് എന്നൊക്കെ മോട്ടീവായി ചേർത്തിട്ടുണ്ട്. എങ്കിലും ആ അർത്ഥത്തിൽ ഒരാളുടെ RSS ബന്ധം, എന്റെ സംഘടനാ ബന്ധമോ രാഷ്ട്രീയമോ തെളിയിക്കാൻ എന്താണ് ജെയിംസ് ബുദ്ധിമുട്ടുള്ളത്? ഞാൻ എത്ര സ്ഥലത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, എത്ര ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയുന്നുണ്ടാവും, എത്ര പരിപാടികളിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ടാവും. ഈ ചെറുപ്പക്കാർ ധാരാളം സമാനമായ പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ടെന്നും ധാരാളം അക്രമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായിട്ടുണ്ടെന്നൊക്കെ പോലീസിന് തന്നെ കേസുണ്ട്. എന്തുകൊണ്ട് 3 ആളുകളുടെ രാഷ്ട്രീയ ബന്ധം തെളിയിക്കാൻ കൃത്യമായി പോലീസിന്, ഇതൊക്കെ പ്രോസിക്യൂഷന് സാധിച്ചില്ല എന്ന ചോദ്യത്തിന് ഒരു കുഴപ്പമുണ്ടായി ജെയിംസ്. തെളിവ് നൽകേണ്ടത് പോലീസാണ്. അശോകന്റെ ഒരു ജൂനിയറാണ് ഇത് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയതെന്ന് പറയുന്നു. ഈ വിചാരണ കാലയളവിൽ അഡ്വക്കേറ്റ് അശോകൻ കംപ്ലീറ്റ് വിചാരണ തീരും വരെ പ്രോസിക്യൂട്ടർ ആയിരുന്നിട്ടുണ്ടോ? അഡ്വക്കേറ്റ് ഷാജിത്തിനെയും എനിക്കറിയാം. അദ്ദേഹം കോഴിക്കോട് അറിയപ്പെടുന്ന ഒരു ക്രിമിനൽ അഭിഭാഷകനാണ്. അഡ്വക്കേറ്റ് ഈ പറയുന്ന സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെയൊക്കെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൂടിയാണ് താല്പര്യം കൂടി പരിഗണിച്ചാണ് നിയമിക്കുന്നത് എന്നതൊരു വസ്തുതയാണ്. കേസിന്റെ വിചാരണ ഘട്ടത്തിൽ കൃത്യമായി എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയില്ല ജിംസ്. പക്ഷേ വിധിന്യായം വായിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ലാപ്സ് പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ വിധിന്യായത്തിൽ പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ സൈഡ് പോലീസിനെ കൂടി സംഭവിച്ചിട്ടുണ്ടാവുക. അതൊരു സാധാരണക്കാർ അറിയേണ്ട കാര്യമല്ലേ? കുറഞ്ഞ പക്ഷം ഒരു കൊലപാതകം തെളിയിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടല്ലോ. കത്തിയിലെ രക്തം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് വരെ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല, അതിന്റെ കണ്ടന്റ് പരിശോധിച്ചിട്ടില്ല എന്നൊക്കെ വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അതൊക്കെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് വിധിന്യായം നോക്കി പറയാൻ കഴിയില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതിന്റെ കാരണം ആ പ്രോസിക്യൂഷൻ സൈഡ് എന്ന് വിധിന്യായത്തിൽ പറയുന്നത് പോലീസിനെ കൂടി ഉദ്ദേശിച്ചാണ്. ഏതായിരുന്നാലും ഒന്നുകിൽ ഇത് പോലീസിന്റെ വീഴ്ചയാണെങ്കിൽ പോലീസിന്റെ വീഴ്ചയാണ് എന്ന് തുറന്നു പറയാൻ പ്രോസിക്യൂഷനും സംസ്ഥാന സർക്കാരും തയ്യാറാവേണ്ടതുണ്ട്. എങ്കിലാണല്ലോ കേസ് നടത്തിയ പ്രോസിക്യൂഷന്റെ പരാജയമല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. മറ്റൊരു അതിഥികളിലേക്ക് തിരികെ ശ്രീ VPP മുസ്തഫ, ഇവിടെ ഷുക്കൂർ വക്കീൽ 2017 മുഖ്യമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുന്നത് ഇത് സമൂഹത്തിൽ വർഗീയ ഛിദ്രത ഉണ്ടാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തി ചെയ്ത ഒരു സംഭവമാണ്. അദ്ദേഹം UAPA ആക്ടിന്റെ വകുപ്പ് 15 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നു ഇതൊരു ടെക്സ്റ്റ് ബുക്ക് കേസാണ്, UAPA ചാർത്താൻ പറ്റിയ ടെക്സ്റ്റ് ബുക്ക് ഉദാഹരണമാണ് എന്ന് പറയുന്നു. ചായ കുടിക്കാൻ പോയെന്നല്ലോ അലൻ ഷുഹൈബിനെതിരെ UAPA ചുമത്തിയതെന്ന് പരിഹസിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ കേസ് ഒരു UAPA കേസായി തോന്നിക്കാണില്ലേ? അലന്റെ കേസിൽ
അവർ നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ നിരോധിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമാണ് എന്ന പ്രശ്നം വന്നതിനാലാണ് UAPA വന്നിട്ടുള്ളത്. അത് എല്ലാവർക്കും അന്ന് തന്നെ ബോധ്യമായിട്ടുള്ളതും അതിൽ വിശദീകരണങ്ങൾ വന്നിട്ടുള്ളതുമാണ്. നമ്മളൊരു ചർച്ച നടക്കുമ്പോൾ എല്ലാം കൂടി വരുത്തി വെച്ചിട്ട് എല്ലാം ഒരുപോലെ എന്ന് വരുത്തി തീർക്കുന്നത് ശരിയല്ല. നിങ്ങൾ കാണേണ്ടത് ഞാൻ അതുകൊണ്ടാണ് കാസർഗോട്ടെ അജിൻസ് തന്നെ സൂചിപ്പിച്ച നേരത്തെ നടന്ന കൊലപാതക കേസ് അതിലൊന്നും ആരും ശിക്ഷിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ പ്രതികളൊന്നും വളരെ ദീർഘകാലം ജയിലിൽ പോലും റിമാൻഡിൽ പോലും കഴിയേണ്ടി വന്നിട്ടില്ല. എല്ലാവരും ഏതാനും മാസങ്ങൾക്കുള്ളിൽ ജാമ്യം നേടി പുറത്തിറങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത്. റിഷാദ് വധക്കേസ്, സാബിൻ വധക്കേസ്, അങ്ങനെ സൈൻ ലാബ്ദീൻ വധക്കേസ്, അങ്ങനെ തുടങ്ങിയിട്ട് ഒരു 10ഓളം കേസുകളുണ്ടല്ലോ കാസർഗോഡ്. പക്ഷെ ഇവിടെ വിഷയം എന്താ? നിങ്ങൾ നോക്കൂ, 2017 ഈ സംഭവം നടന്ന് 3-ാം ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടു. 7 വർഷം 7 ദിവസം സുപ്രീം കോടതി വരെ RSSന്റെ സഹായത്തിൽ വലിയ വക്കീലന്മാരെ വെച്ച് വാദം നടത്തിയിട്ട് എന്റെ ചോദ്യം ഇതാണ്, സമൂഹത്തിൽ വർഗീയ കലാപം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ കാസർഗോഡ് പോലെ കമ്മ്യൂണൽ സെൻസിറ്റീവായ ഒരു പ്രദേശത്ത് പള്ളിയിൽ ഉറങ്ങിക്കിടന്ന നിരപരാധിയായ ഒരു മൗലവിയെ കഴുത്തേർത്ത് കൊന്നത് UAPA ചാർത്താൻ പറ്റിയൊരു കേസല്ല എന്ന് മാത്രമാണ് എന്റെ ചോദ്യം. അതുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തി ഈ 7 വർഷം കാസർഗോട്ടും മറ്റൊന്നും സംഭവം ഉണ്ടായില്ല. നേരത്തെ നടന്ന 10 സംഭവങ്ങളും ഒന്നിനൊന്ന് പകരം അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കൊണ്ടിരുന്നതാ. പക്ഷെ ഇവിടെ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുകൾ അത്ര ശക്തമായത് കൊണ്ടാണ് ആളുകൾക്ക് അതിൽ ഇരകളാക്കപ്പെട്ട സമൂഹത്തിനും കുടുംബത്തിനും ഉൾപ്പെടെ വിശ്വാസം വന്നതുകൊണ്ടാണ് സർക്കാരിന്റെ നടപടിയിൽ, പോലീസിന്റെ നടപടിയിൽ വിശ്വാസം വന്നതുകൊണ്ടാണ് ഈ 7 വർഷമായിട്ട് കാസർഗോട്ട് സമാനമായ മറ്റ് ഒരു സംഭവം, വർഗീയ അസ്വസ്ഥത ഉളവാക്കുന്ന ഒരു സംഭവം നടക്കാതിരുന്നത്. അത്ര ശക്തമായിരുന്നു പോലീസിന്റെ നടപടി, അത്ര ഇച്ഛാശക്തിയോടെയാണ് സർക്കാർ ഇടപെട്ടത്. നിങ്ങൾ നോക്കൂ, ഇവിടെ നമ്മുടെ അഭിഭാഷകൻ പറഞ്ഞല്ലോ, ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന എന്താ കാര്യം, ഈ പ്രോസിക്യൂട്ടർമാരെ തന്നെ സർക്കാർ നിയമിച്ചു കൊടുത്തത് എങ്ങനെയാ? സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ ആ കുടുംബത്തിന്റെയും ആക്ഷൻ കമ്മിറ്റിയുടെയും താല്പര്യമാണ്. അവരുടെ താല്പര്യം കൂടി പരിഗണിച്ച് അവർ പറഞ്ഞതുപോലെയാണ് അഡ്വക്കേറ്റ് അശോകനെയും തുടർന്ന് അദ്ദേഹത്തിന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ജൂനിയറായിട്ടുള്ള അഡ്വക്കേറ്റ് ഷാജിത്തിനെയും എല്ലാം നിയമിച്ചു കൊടുത്തത്. അങ്ങനെ പോലും കൃത്യമായിട്ട് ഈ ഇരകളാക്കപ്പെട്ട ആളുകളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ഗവൺമെന്റ്, വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള ഒരു ഗവൺമെന്റ്. അതുകൊണ്ട് ഒരു തുടർ സംഭവം പിന്നീട് കാസർഗോഡ് നഗരത്തിലോ പരിസരത്തോ ആവർത്തിക്കാതെ നോക്കിയിട്ടുള്ള നിലപാട്, ഇതിന്റെ എല്ലാം ഫലമായിട്ടാണ് കേസ് ഏറ്റവും ശക്തമായിട്ട് നടത്താൻ വേണ്ടി കഴിഞ്ഞത്. FIR-ൽ ശരിയാണ്, ആദ്യം RSSന്റെ പേര് പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ കുറ്റപത്രം 85-ാം ദിവസം കുറ്റപത്രം കൊടുത്തില്ലേ, ആ കുറ്റപത്രത്തിൽ വളരെ ശക്തമായിട്ട് രാഷ്ട്രീയ സ്വയം സേവക് സംഘ് എന്ന് എടുത്തു പറഞ്ഞിരിക്കുക. വെറുതെ പറഞ്ഞാൽ പോരെന്നേ, വെറുതെ പറഞ്ഞാൽ പോരാ. ഒന്നാമത് RSSന് ഒരു മെമ്പർഷിപ്പ് രജിസ്റ്റർ ഇല്ല, RSSന് ഒരു ഭരണഘടനയില്ല, RSSൽ തെരഞ്ഞെടുപ്പ് നടക്കാറില്ല, അതിൽ അംഗത്വ രജിസ്റ്ററോ അംഗത്വ ഫീയോ ഇല്ല. അങ്ങനെ ഒരു സംഘടനയിലെ പ്രവർത്തകൻ നിങ്ങൾ RSകാരനാണെന്ന് പറഞ്ഞാൽ ഗോഡ്സെ RSകാരനാണെന്ന് പറയുന്ന പോലെയുള്ള തെളിയിക്കാൻ കഴിയില്ല. തെളിയിക്കണമെങ്കിൽ എവിഡൻസ് വേണം. ഇന്ന് വരെ അജിൻസിന്റെ ഒക്കെ ഈ ഇതിനൊക്കെ വിദണ്ഡവാദം പറയാൻ കഴിയൂ. കാരണം എന്താ, ഇന്ന് വരെ കാസർഗോട്ടെ ഒരു കേസിലും സമാനമായിട്ട് RSS എന്ന് പരാമർശിക്കാൻ പോലും ഇതിനു മുമ്പ് ഭരിച്ച ഭരണകൂടങ്ങൾ തയ്യാറായിട്ടില്ല, ഭരണ സംവിധാനങ്ങൾ തയ്യാറായിട്ടില്ല. ഇവിടെ ഇത് ആദ്യമായിട്ട് ഇത് RSS ആണ്, ഇവർ RSS ആണ്. ഈ RSSന്റെ പ്രേരണയിലാണ് വർഗീയ സംഘർഷം ഉണ്ടാക്കാൻ, മുസ്ലിങ്ങളെ കൊല്ലണം എന്ന താല്പര്യത്തിൽ ഇവർ വന്നത് എന്ന് കൃത്യമായിട്ടും വ്യക്തമായിട്ടും എഴുതി വെച്ചിരിക്കുക. നല്ല ബോൾഡായിട്ട് എഴുതി വെച്ചിരിക്കുക. എഴുതി വെച്ചിട്ട് കാര്യമില്ല മുസ്തഫ, തെളിവാണ് കോടതിയിൽ പ്രധാനം. അവർ RSS ആണ്, അവർക്ക് മുസ്ലിം വിരോധമുണ്ട്, അതുകൊണ്ട് റിയാസ് മൗലവിയെ കൊന്നു എന്ന് കുറ്റപത്രത്തിൽ എഴുതിക്കൊണ്ട് കോടതിയിൽ കേസ് ജയിക്കില്ല. അതാണെന്ന് തെളിയിക്കണം, അവരുടെ ആ മോട്ടീവ് തെളിയിക്കണം. അത് പ്രധാനമാണ് നിയമവാഴ്ചയിൽ. അല്ല, ഞാൻ ചോദിക്കേ, മോട്ടീവ് അവിടെ നിൽക്കട്ടെ, ഇയാളാണ് കൊന്നത് എന്നതിന് എന്തെങ്കിലും സംശയമുണ്ടോ? കാരണം ഈ കൊല്ലപ്പെട്ട ആളുടെ രക്തം, അതിന്റെ സ്റ്റെയിൻസ് ഈ 1-ാം പ്രതിയുടെ വസ്ത്രത്തിൽ നിന്ന് കണ്ടെടുത്തില്ലേ? ആ DNA റിപ്പോർട്ട് ഇല്ല എന്നാണ് ജഡ്ജ്മെന്റിൽ പറയുന്നത്. DNA പരിശോധന നടത്തിയിട്ടില്ല എന്ന് ജഡ്ജ്മെന്റ് പറയുന്നു. ഫൈബർ കണ്ടന്റ് വന്നില്ലേ? DNA പരിശോധന നടത്തിയ റിപ്പോർട്ട് ജഡ്ജിക്ക് മുമ്പിൽ എത്തിയില്ലെങ്കിൽ ജഡ്ജ്മെന്റിൽ അത് പരാമർശിച്ചില്ല. ആരുടെ കുഴപ്പമാണ്? നിങ്ങൾ കാണേണ്ടത് ഇവിടെ താങ്കൾ തന്നെ വിളിച്ചുകൊണ്ടുവന്ന നമ്മുടെ സഹപാനലിസ്റ്റ് അഭിഭാഷകൻ പറഞ്ഞല്ലോ, പ്രോസിക്യൂഷൻ എന്തെങ്കിലും പരാജയമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോഴാണ് അജിൻസെ ഞാൻ ആദ്യത്തെ റൗണ്ട് ചർച്ചയിൽ തന്നെ പറഞ്ഞത്, ഈ വിധി എഴുതിയ സംവിധാനം, അതിന്റെ സംഗതി, അതാണ് റിവ്യൂവിന് വിധേയമാക്കേണ്ടത്. അത് ഷാബു പ്രസാദ് പറഞ്ഞെന്താ,
കേരളത്തിലായതുകൊണ്ട് ഇങ്ങനെ BJPക്ക് സ്വാധീനിക്കാൻ കഴിയുമെന്ന്. അയോധ്യ കേസിന്റെ വിധി പറഞ്ഞ ജഡ്ജിമാര് പിന്നെ എവിടെയാണ് എത്തിയത്? അന്ന് അയോധ്യ കേസിന്റെ വിധി പറഞ്ഞ ചീഫ് ജസ്റ്റിസ് ആയിരുന്നയാൾ BJPയുടെ കോട്ടയിൽ രാജ്യസഭാ MP ആയി. മറ്റൊരു ജഡ്ജി ഇൻഡസ്ട്രിയൽ ട്രിബ്യൂണലിന്റെ ചെയർമാനായി. മറ്റൊരു ജഡ്ജി ആന്ധ്രാപ്രദേശിലെ ഗവർണറായി. വാരണാസിയിലെ ജാൻവാബി പള്ളി കേസിന്റെ വിധി പറഞ്ഞയാൾ അദ്ദേഹം വിരമിക്കുന്ന ദിവസമാണ് വിധി പറയുന്നത്. തൊട്ടു പിറകെ ഉത്തർപ്രദേശിലെ ഉന്നതമായ ഒരു പദവിയിലെത്തുന്നു. കൊൽക്കത്തയിലെ ഹൈക്കോടതിയിൽ BJPയുടെ താല്പര്യത്തിനൊപ്പം നിന്ന ജഡ്ജി രാജിവെക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സ്ഥാനാർത്ഥിയാകുന്നു. നിങ്ങൾ നോക്ക്, സെഷൻസ് കോടതികളിലെ ജഡ്ജിമാരുടെ നിയമനവും അവരുടെ കാര്യങ്ങളും സംസ്ഥാന സർക്കാരിന്റെ കീഴിലല്ലല്ലോ. പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി, പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ സ്റ്റാഫിന്റെ നിയമനം അത് കേരള PSC ആണ്. പക്ഷേ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി അവരുടെ നിയമനം, അവരുടെ സ്ഥലം മാറ്റം, അവരുടെ പ്രൊമോഷൻ, ഇതെല്ലാം തീരുമാനിക്കുന്ന ആരാ? പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലെ ജഡ്ജിമാർക്കല്ലേ ഹൈക്കോടതി ജഡ്ജിമാരായിട്ട് അവരുടെ കോട്ടയിൽ പ്രൊമോഷൻ ലഭിക്കുന്നത്? അത് തീരുമാനിക്കുന്ന കൊളീജിയം ഏതാ? അതേത് സംവിധാനമാണ്? അതുകൊണ്ട് ഈ വിധി ഇങ്ങനെ ഏകപക്ഷീയമായിട്ട് അത്ഭുതകരമായിട്ടുള്ളൊരു വിധി വന്നതിന്റെ പ്രശ്നം നിങ്ങൾ ഈ തെളിവില്ല എന്ന് ജഡ്ജിമെന്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയാണല്ലോ. നിങ്ങൾ നോക്ക്, നേരത്തെ പ്രോസിക്യൂട്ടർ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞില്ലേ, ഈ 1-ാം പ്രതിയും 2-ാം പ്രതിയും 3-ാം പ്രതിയും ഈ സംഭവം നടന്ന സമയത്ത് ആ പള്ളിയിലുണ്ട് എന്ന് തെളിയിക്കുന്ന മൊബൈൽ ലൊക്കേഷൻ, ആ മൊബൈൽ ലൊക്കേഷൻ വെറുതെ കൊടുക്കുകയല്ല, വോഡാഫോണിന്റെയും BSNLന്റെയും എല്ലാം ഉന്നതരായ ഉദ്യോഗസ്ഥരെ സാക്ഷികളായി വിളിച്ചു വരുത്തി. 97 സാക്ഷികളെ വിചാരണ ചെയ്തു അജിൻസെ. 97 സാക്ഷികളെ, ഒരാള് പോലും കൂറുമാറിയില്ല. ഇത്രയും ഗൗരവമായ ഒരു കേസ്. കാസർകോട്ടെ RSSന്റെ സ്വാധീനം മംഗലാപുരത്താണ്. ഈ കേരളത്തിലെ RSS അല്ല, മംഗലാപുരത്തെ RSSന്റെ കീഴില. മംഗലാപുരത്തെ RSS എന്ന് പറയുന്നത് കർണാടകം കേന്ദ്രവും ഭരിക്കുന്ന VP മുസ്തഫ ചൂണ്ടിക്കാട്ടുന്ന കാര്യം, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടില്ല, പ്രോസിക്യൂഷൻ വീഴ്ച പറ്റിയിട്ടില്ല. ഇതിൽ വിധി പറഞ്ഞ സംവിധാനത്തിൽ വന്ന വീഴ്ചയാണ് എന്നാണ് പറയുന്നത്. അത് എത്രമാത്രം വിശ്വാസയോഗ്യമാണ് VP മുസ്തഫയുടെ വാദം? സർക്കാരിനെതിരെയും തിരിക്കാനുള്ള ശ്രമം അത്യന്തം ഹീനമാണ്, നീചമാണത്. ശ്രീ അജിംസെ, ഞാൻ പറയാം, യഥാർത്ഥത്തിൽ ഈ കേസിന്റെ നാൾവഴികളെടുത്ത് പരിശോധിക്കുമ്പോൾ പ്രോസിക്യൂഷന് ഇപ്പോൾ പറയുന്നതിനകത്ത് വീഴ്ചയില്ലെങ്കിൽ പോലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കടുത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. പോലീസിന്റെ ഭാഗത്തുനിന്ന് വേണ്ട രീതിയിലുള്ള കൃത്യതയോടെയുള്ള ഇടപെടൽ നടത്തിയിട്ടില്ല. പ്രതികൾക്ക് ശിക്ഷ കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു പഴുതടച്ച ഒരു അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ ശിക്ഷ കിട്ടാതെ വന്നത് എന്നുള്ളത്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ ശ്രീ VP മുസ്തഫ സൂചിപ്പിച്ച പല കാര്യങ്ങളും നമുക്കറിയാം. രാജ്യത്തെ കോടതികളിലും നിയമനിർമ്മാണ സഭകളിലൊക്കെ നടക്കുന്ന, ജുഡീഷ്യറി നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. പക്ഷേ ഇതിനകത്ത് പോലീസ് എന്ന് പറയുന്ന സംവിധാനത്തിൻ്റെ ഭാഗത്തുനിന്ന് നിഷ്പക്ഷമായ രൂപത്തിൽ, അല്ലെങ്കിൽ ശിക്ഷ കിട്ടണം എന്ന രൂപത്തിലേക്ക് അന്വേഷണം നടന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞ ആളുകൾ, ഇതുമായി ബന്ധപ്പെട്ട കേസിൻ്റെ തുടക്കത്തിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ അഡ്വക്കേറ്റ് ഷുക്കൂറാണ്. അദ്ദേഹം അതിനകത്തെന്ന് പറയുകയാണെങ്കിൽ പോലീസിനകത്ത് വീഴ്ചയുണ്ട് എന്നുള്ളതാണല്ലോ അദ്ദേഹം പറഞ്ഞ കാര്യം. അദ്ദേഹം ഈ കേസിനകത്ത് ആ വിഷയം വന്നത് മുതൽ അതിനകത്ത് ഇടപെട്ട ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിന് പോലും വിശ്വാസം ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ പോലീസിനെ അങ്ങനെ വെള്ളപൂശണ്ട. പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ പ്രതികൾക്ക് അനുകൂലമായി അല്ലെങ്കിൽ ഈ പ്രതികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടെടുത്തോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജ്യോതിഷ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആത്മഹത്യ ചെയ്ത ക്രിമിനൽ, അയാളുടെ നേതൃത്വത്തിലുള്ള മംഗലാപുര ലോബി, ആ മംഗലാപുര ലോബിയെക്കുറിച്ചും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം നടത്തില്ല. ഗൂഢാലോചന അന്വേഷിച്ചില്ല. ഗൂഢാലോചന അന്വേഷിച്ചെങ്കിൽ ഇതിന്റെ മറ്റു പ്രതികളെ പിടിക്കണ്ടേ? ഇതുമായി ബന്ധപ്പെട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരാളെ ഒരു പള്ളിയിൽ കിടന്നുറങ്ങുന്ന ഒരു പണ്ഡിതനെ കൊല്ലാൻ പറ്റുമോ? അതൊക്കെ വളരെ കൃത്യമായ ഗൂഢാലോചന നടത്തിക്കൊണ്ട് തന്നെയാണ് തീരുമാനിച്ചത്. ഒരു വർഗീയ കലാപമായിരുന്നു ലക്ഷ്യം എന്നുള്ളത് ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. ആ വർഗീയ കലാപത്തിന് വേണ്ടി കോപ്പുകൂട്ടി കൊലപാതകം നടത്തിയവർക്കെതിരായി UAPA ചുമത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അത് ന്യായീകരിക്കുകയാണ്. അലൻ താഹെ വലിയ തീവ്രവാദികളാണ്, അതുകൊണ്ട് അവരെ പേരിൽ അതാണ് ചുമത്തിയത്, ഇത് ചുമത്താൻ പാടില്ല എന്ന്. ഒരു പള്ളിക്കകത്ത് കയറി ഒരു ഉസ്താദിനെ, ഒരു പണ്ഡിതനെ കുത്തി കൊലപ്പെടുത്തിയ കേസിനകത്ത് പ്രതികൾ, അത് ഏത് മോട്ടിവേഷനാണ്? വർഗീയ കലാപല്ലേ, നാട്ടിൽ കലാപം ഉണ്ടാക്കാനല്ലേ, അതിന്റെ പേരിൽ ഈ ചുമത്താനല്ലേ ഇത്തരത്തിലുള്ള നിയമം ഉണ്ടാക്കിയത്. അത് RSSകാരായതുകൊണ്ട് അവർക്ക് പ്രത്യേക പരിഗണന ഉണ്ടോ സർക്കാരിന്? അവർ RSS ആയതുകൊണ്ടാണോ അവർ ആ ഒരു നിയമം ചുമത്താത്തത്? മറുപടി പറയണ്ടേ? അപ്പൊ അത് ചെയ്യാത്തതാരാ? പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. മാത്രമല്ല, ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ പറയുന്നത്, പോലീസിന്റെ
ഈ വിഷയം നടന്നതിന് ശേഷം ആ പിറ്റേ ദിവസം മുഖ്യമന്ത്രി കാസർഗോഡ് ജില്ലയിലുണ്ടായിരുന്നു. ആ കുടുംബത്തെ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിട്ടില്ല. ആ കുടുംബത്തിന് ഒരു സഹായവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്കൊരു വീടെടുത്തു കൊടുക്കാൻ പോലും സർക്കാർ, ഇത്രയും വലിയൊരു കൊലപാതകം നടന്ന ഒരു കുടുംബത്തെ ചേർത്ത് പിടിക്കാൻ സർക്കാർ തയ്യാറായില്ല. അവിടെ മുസ്ലിം ലീഗുകാരാണ് ആ കുടുംബത്തിന് വീട് വെച്ചു കൊടുത്തത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതുകൊണ്ട് സർക്കാരിൻ്റെ ഭാഗത്ത് ഒരു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഭാഗത്തു നിന്ന് വേണ്ട രീതിയിൽ ആ കുടുംബത്തിനും അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് അന്വേഷണ ഭാഗമായി തൃപ്തികരമായ ഒരു നിലപാടിലേക്ക് ആ കുടുംബം എത്തിയിട്ടില്ല എന്നുള്ളതല്ലേ ഈ വിധിയുടെ അവസാനത്തെ ചിത്രം. ഈ വിധി വന്നപ്പോൾ അവർ ശിക്ഷിക്കപ്പെട്ടെങ്കിൽ ആ കുടുംബം നീതി കിട്ടിയെന്ന് പറയാം. കിട്ടിയോ? അവരുടെ ഭാര്യ എന്ന് പറഞ്ഞല്ലോ, കിട്ടിയിട്ടുണ്ടോ? അപ്പൊ ആരുടെ ഭാഗത്ത് തെറ്റ്? സർക്കാരിന്റെയും പോലീസിന്റെയും വീഴ്ച മറച്ചു വെക്കാൻ ഇത്തരം കാര്യങ്ങൾ പറയുന്നപ്പോഴത്തേക്ക് വളരെ പിണറായി വിജയന്റെയും പ്രവർത്തിച്ച പള്ളിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുസ്ലിയാരെ ആരോ വന്ന് കുത്തിക്കൊല്ലുന്നു. അത് UAP അട്രാക്ട് ചെയ്യുന്ന ഒരു കുറ്റമല്ലേ? എനിക്ക് അതിൻ്റെ എങ്ങനെ UAPയെ ബാധകമാകുന്ന രീതിയിലുള്ള അതിൻ്റെ അങ്ങനെയുള്ള സാങ്കേതിക നിയമവശങ്ങളെ പറ്റിയൊന്നും എനിക്ക് വലിയ പിടിയില്ല അജിംസെ. ആണെങ്കിലാണ് അത് പരിശോധിച്ച് അത് വേണ്ട ആൾക്കാർ അതിന് നടപടി എടുക്കേണ്ട കാര്യമാണത്. ഇപ്പം പ്രത്യേകിച്ച് കമ്മ്യൂണൽ ടെൻഷനൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലത്ത് അത് അജിംസ പറയുന്നതിൻ്റെ ആ ചോദ്യത്തിൻ്റെ അകത്തൊരു ന്യായമുണ്ട്. ആകേണ്ടതാണ് എന്നാണ് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധിക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇനി അതിൻ്റെ സാങ്കേതിക വശങ്ങൾ, നിയമവശങ്ങൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അത് പരിശോധിക്കണം, അതിൻ്റെ വിദഗ്ധർ പറയേണ്ട കാര്യമാണത്. പക്ഷേ ഇവിടെ ഇപ്പം ഈ VPP മുസ്തഫ പറയുന്നത് ഇതൊരൊറ്റ ജഡ്ജി അദ്ദേഹത്തിനിപ്പം റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ട് കിട്ടാൻ പോകുന്ന ആനുകൂല്യങ്ങളെപ്പറ്റി ആ ഒരു അത്യാഗ്രഹത്തിൻ്റെ പുറത്ത് ഒരു ജഡ്ജി എഴുതിയ ജഡ്ജിമെൻ്റാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത്, VPP മുസ്തഫ പറയുന്നത്. പക്ഷേ മുസ്തഫയ്ക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഇത് ഇവിടെ കീഴ്ക്കോടതിയുടെ വിധിയേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ മേളിൽ സുപ്രീം കോടതിയുണ്ട്. ഈ വിധിയെ കീറി മുറിച്ച് പരിശോധിക്കാൻ അത് കഴിഞ്ഞ് ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. ഇങ്ങനെ പല ഘട്ടങ്ങളുണ്ട്. നമ്മുടെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത് ഈ മുസ്തഫ പറയുന്ന മാതിരി അത്ര പാർട്ടി കോടതി മാതിരി അത്ര നിസ്സാരമായൊരു സാധനമല്ല. അവരുടെ പാർട്ടി കോടതിയിൽ അതൊക്കെ നടക്കും. പക്ഷേ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ അതൊന്നും നടക്കും എന്ന് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ളവരാരും അത് അങ്ങനെ വിചാരിക്കില്ല. പിന്നെ ഇവിടുത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ കോടതി വിധിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. മുസ്തഫയുടെ അത് കഴിഞ്ഞില്ല, കോടതിയാണ് പ്രശ്നമെന്നുള്ളത്. ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ സപ്പോസ് ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരുന്നു എന്നിരിക്കട്ടെ, അപ്പോൾ ഈ കോടതി വിധി നിരപരാധികളെ സൃഷ്ടിച്ചു അങ്ങനെ ഇങ്ങനെ എന്ന് പറഞ്ഞുകൊണ്ട് എന്തായാലും ഇവിടുത്തെ RSSO സംഘപരിവാറോ BJPക്കാരോ ഇതുപോലെ ഒരു ചർച്ച നടത്തില്ല. ആ കോടതി വിധിയെ വന്നു കഴിഞ്ഞാൽ ആ കോടതി വിധിയെ അംഗീകരിക്കും. ആ കോടതി വിധിയോട് വിയോജിപ്പുണ്ടെങ്കിൽ മേൽക്കോടതികളിലേക്ക് പോകും. അല്ലാതെ ഇതുപോലെ പബ്ലിക്കായിട്ട് കോടതിയെയും നമ്മുടെ നിയമവ്യവസ്ഥയെയും ഒക്കെ ഇതുപോലെ പബ്ലിക്കായിട്ട് എടുത്തിട്ട് അപമാനിച്ച് ആ രീതിയിലുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കുക എന്ന് പറയുന്നത് നിരോധിച്ച സുപ്രീം കോടതി വിധി വന്നപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ? കുചേലൻ ശ്രീകൃഷ്ണൻ അവില് കൊണ്ടുപോയത് അഴിമതിയാണെന്ന് പറയില്ലല്ലോ എന്ന് പരിഭവം. അദ്ദേഹം കോടതിയെ പറ്റി പരാമർശിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ സർക്കാസ്റ്റിക് ആയിട്ട് വരുന്ന ഒരുപാട് കാര്യങ്ങളുടെ കൂട്ടത്തിൽ അതും വന്നു. അത് അല്ല, ഈ ഒരു കാര്യമുണ്ട്, ഇവിടുത്തെ പ്രതിപക്ഷങ്ങളെ ഉദ്ദേശിച്ചായിക്കൂടെ അദ്ദേഹം പ്രതിപക്ഷം. അല്ലാതെ ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് അതുപോലെ അവരുടെ ഇതിലൊക്കെ ഇവിടുത്തെ കോടതി മുഴുവനും അവർക്കെതിരെ വരുന്ന കോടതി വിധി മുഴുവനും സംഘിക്കോടതിയാണ്, അവർക്ക് റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗവർണർ സ്ഥാനത്തിന് വേണ്ടി ജഡ്ജിമാർ ചെയ്യുന്നതാണ് എന്ന രീതിയിലുള്ള വൃത്തികെട്ട നികൃഷ്ടമായ ആരോപണങ്ങൾ ഇവിടെ ഇങ്ങനെയുള്ളവർ മാത്രമേ ഉന്നയിക്കാറുള്ളൂ. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. ഇപ്പോഴും ഞാൻ പറയുന്നു, ഈ പ്രതികൾ ശിക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇതേപോലെ ഒരു ചർച്ച ഇവിടെ BJPയോ സംഘപരിവാറോ ചെയ്യില്ലായിരുന്നു. ഉറപ്പാണത്. എനിക്ക് അക്കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇവിടെ അനുകൂലമായ വിധി വരുമ്പോൾ മഹത്തായ കോടതിയും പ്രതികൂലമായ വിധി വരുമ്പോൾ സംഘിക്കോടതിയുമാകുന്ന ആ ഒരു ഏർപ്പാടുണ്ട്. അത് ഈ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അമീൻ ഹസൻ, ഈ തൊണ്ടികളെ പറ്റി അതിൽ DNA പരിശോധന നടത്തിയിട്ടില്ല. ഒരു നിമിഷം അജിംസെ, ഒരു സെക്കൻഡ്, ഒറ്റ ചോദ്യം, ഒരു കാര്യം ഞാൻ പറയട്ടെ. ഇതിപ്പോൾ റിയാസ് മൗലവി പള്ളിയിൽ കയറി, ഇതേ സ്ഥലത്ത് ഒരു അമ്പലത്തിൽ കയറി ഒരു പൂജാരിയാണ് കൊലയപ്പെടുന്നത്. കൊലയാളികളായ ആളുകളുടെ നാമം മുസ്ലിം നാമധാരികളാണെങ്കിൽ ഇവിടെ UAP നടത്തുന്നത് എന്തൊക്കെ പ്രശ്നം ഉണ്ടാവും, എന്തൊക്കെ വിഷയം ഉണ്ടാവും? എടുക്കില്ലേ? പല കേസുകൾ പരിശോധിക്കണ്ടേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം പ്രിവിലേജ് കിട്ടുന്നത്? ചോദ്യമല്ലേ?
ശരി, അല്ല അതിന് VPP മുസ്തഫ മറുപടി പറയേണ്ടതാണ്. ഞാൻ അഡ്വക്കേറ്റ് അമീൻ ഹസൻ, ഇതിൽ ഈ ജഡ്ജ്മെന്റിൽ അവസാനം ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പീൽ പോയതിനു ശേഷം ഇതിലെ പ്രധാനപ്പെട്ട തൊണ്ടി മുതലൊക്കെ വേണമെങ്കിൽ നശിപ്പിക്കാവുന്നതാണ്, ഉദാഹരണത്തിന് ലുങ്കി ഉൾപ്പെടെയുള്ളവ. അങ്ങനെ ആ ജഡ്ജ്മെന്റിൽ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അജിംസ്, അതിനൊക്കെ ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ. അതായത് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടത് VPP മുസ്തഫ നേരത്തെ എന്റെ വാക്കുകൾ വളച്ചൊടിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഭരണകൂടത്തിന്റെ പോലീസിന്റെ നിരുത്തരവാദപരവും RSSനെ സംരക്ഷിക്കുന്നതുമായിട്ടുള്ള സമീപനം ഈ കേസിൽ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. കേസ് അട്ടിമറിക്കപ്പെട്ടത് അവസാന ഘട്ടത്തിലല്ല, ആദ്യഘട്ടത്തിലാണ് എന്നതാണ് എന്റെ ആരോപണം. അതായത് ഞാൻ വസ്തുതാപരമായി ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ കേസ് FIR രജിസ്റ്റർ ചെയ്ത സന്ദർഭത്തിൽ, ഈ കേസിൽ FIS റെക്കോർഡ് ചെയ്ത സന്ദർഭത്തിൽ, ഈ കേസിലെ സാക്ഷിമൊഴികൾ രേഖപ്പെടുത്തിയ സന്ദർഭത്തിൽ, ഈ കേസിലെ തൊണ്ടി മുതലുകൾ ശേഖരിക്കുകയും അത് ഫോറൻസിക് പരിശോധനയ്ക്കും മറ്റും അയക്കുന്ന സന്ദർഭത്തിൽ RSSനെ സംരക്ഷിക്കുവാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും അതിൽ പോലീസ് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. 2, ഈ കേസിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് കൃത്യമായ അന്വേഷണം നടക്കണമെന്ന ആവശ്യം നിരന്തരമായി ഉന്നയിക്കപ്പെട്ടിട്ടും പിണറായി വിജയന്റെ പോലീസ് ആ തരത്തിലുള്ള ഗൂഢാലോചന അന്വേഷിക്കാനുള്ള കേസ് രജിസ്റ്റർ ചെയ്യുകയോ അത്തരത്തിലുള്ള അന്വേഷണ സംഘത്തിന് അത്തരമൊരു നിർദ്ദേശം കൊടുക്കുകയോ അന്വേഷണം നടത്തുകയോ ചെയ്തില്ല. ഗൂഢാലോചന എന്ന് പറയുന്ന ഭാഗം അന്വേഷിക്കേണ്ടതില്ല എന്ന് പോലീസ് തീരുമാനിച്ചു. 2, 3, ഈ കേസിലെ മോട്ടീവ് എന്ന് പറയുന്നത്, യഥാർത്ഥ മോട്ടീവ് ആ പ്രതികൾ അന്ന് പങ്കെടുത്ത ഒരു RSSന്റെ വൈകാരിക പ്രഭാഷണങ്ങൾ നടത്തിയ, മുസ്ലിം വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തിയ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ വസ്തുതകൾ പരിശോധിക്കുവാനോ ആരുടെ പ്രഭാഷണമാണ് അവരെന്ന് കേട്ടതെന്ന് പരിശോധിക്കുവാനോ പോലീസ് തയ്യാറായില്ല. ഈ പ്രതികളുടെ RSS ബന്ധം തെളിയിക്കാവുന്ന ധാരാളം വസ്തുതകൾ ലഭ്യമാകുമായിരുന്നു, യഥാർത്ഥ വസ്തുതകൾ. അതൊന്നും തന്നെ കോടതിയിൽ കേസന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തുവാനോ പോലീസ് തയ്യാറായില്ല. ഇത് ആദ്യത്തെ സന്ദർഭമല്ല. കാസർഗോഡ് VPP മുസ്തഫ സൂചിപ്പിച്ചതുപോലെ നിരന്തരമായ, അജിംസ് പറയുന്ന പോലെ ഏതെങ്കിലും, ഞാനത് പൂർത്തീകരിച്ചോട്ടെ അജിംസ്, ഏതെങ്കിലും 1-2 കേസുകളിൽ മറ്റു പ്രതികളെയും വെറുതെ വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് പോലെയല്ല. വളരെ കൃത്യമായി കേരളത്തിൽ ഉടനീളം, കാസർഗോഡ് പ്രത്യേകിച്ചും ഫൈസൽ മൗലവിയുടെ കേസ്, കൊടിഞ്ഞി ഫൈസലിന്റെ കേസ്, സമാനമായ രീതിയിൽ പ്രോസിക്യൂഷൻ എത്ര ശ്രമിച്ചാലും പോലീസ് അന്വേഷണത്തിന്റെ ബുദ്ധിമുട്ടുകൾ കാരണം പ്രതികൾ വെറുതെ വിടാൻ സാധ്യതയുള്ള സാഹചര്യം നിലനിൽക്കുന്നു. ഇത് ആദ്യമോ അവസാനമോ അല്ല എന്ന് VPP മുസ്തഫക്ക് അറിയാമെങ്കിൽ ഈ കേരളത്തിൽ പോലീസ് പിണറായി വിജയൻ ഭരിക്കുന്ന സന്ദർഭത്തിലും RSSകാരെ വെറുതെ വിടാൻ കഴിയുന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ പരിമിതപ്പെടുകയും RSSുമായുള്ള ബന്ധം എന്ന് പറയുന്നത് തെളിയിക്കപ്പെടാതിരിക്കാൻ പോലീസ് കിണഞ്ഞു ശ്രമിക്കുകയും ഗൂഢാലോചനയടക്കം പരിശോധിക്കാതിരിക്കുകയും യഥാർത്ഥ മോട്ടീവുകൾ മറച്ചുവെക്കപ്പെടുകയും യഥാർത്ഥ പ്രതികൾ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലീസിനെ ഭരിക്കുന്നത് സംഘപരിവാറാണ് എന്ന് തെളിയിക്കപ്പെടുന്ന മറ്റൊരു വിധിയാണിത്. ആ പോലീസിന്റെ അന്വേഷണത്തെയാണ് റിവ്യൂ നടത്താൻ തയ്യാറാവേണ്ടത്. അതിന് തയ്യാറാവുമോ എന്ന ചോദ്യം VPP മുസ്തഫയോട് ഉയർന്നുകൊണ്ടേയിരിക്കുന്ന ആക്ഷേപങ്ങളിൽ ഒന്ന് മാത്രമാണ് അമീൻ ഹസൻ പറയുന്നത്. നിരന്തരം ആവർത്തിക്കപ്പെടുന്ന ഒരു ആക്ഷേപം കൂടിയാണത്. വളരെ നന്ദി ശ്രീ VPP മുസ്തഫ, ശ്രീ റിജിൽ മാക്കുറ്റി, അഡ്വക്കേറ്റ് അമീൻ ഹസൻ, ഷാബു പ്രസാദ് ഇത്രയും സംസാരിച്ചത്.